നമസ്കാരം. ഇവർക്ക് ഡെയിലി ന്യൂസ് അനാലിസിസ് സെഷനിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കുന്നത് ഹിന്ദു ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾസ് ആണ്. ഇതിന്റെ ന്യൂസ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് 4 ആർട്ടിക്കിൾസ് ആണുള്ളത്. ഫസ്റ്റ് ആർട്ടിക്കിൾ സ്പേസ് ഡെക്സ് മിഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്. സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെന്റ് മിഷൻ ISROയുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു മിഷൻ ആയിരുന്നു. നമ്മൾ ഇതിനു മുമ്പും ഈ പറഞ്ഞ പോലെ വാർത്തകളിൽ നമ്മുടെ DNA ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഈ സ്പേഡെക്സ് എന്നുള്ള മിഷനെ കുറിച്ചിട്ട്. ഇന്നലെ ഒരു പക്ഷേ നിങ്ങൾ വാർത്തകൾ ശ്രദ്ധിച്ച് കാണുമായിരിക്കും. അതിന്റെ ഫസ്റ്റ് ഫേസ്, ഇനീഷ്യൽ ഫേസ് ആയി പറഞ്ഞ പോലെ ഡോക്കിംഗ് എന്ന് പറയുന്നത് അത് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്മേലാണ് ഇന്ന് ആ ഒരു വാർത്ത വന്നിരിക്കുന്നത്. അപ്പൊ എസ്പെഷ്യലി നമുക്ക് വരാൻ പോകുന്ന പ്രിലിംസിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വാർത്ത കൂടി തന്നെയാണ്. ബിക്കോസ് ജനറൽ സ്റ്റഡീസ് പേപ്പർ 3 നമുക്ക് മെയിൻസിന്റെ പെർസ്പെക്റ്റീവ് നോക്കുവാണെങ്കിൽ ജനറൽ സ്റ്റഡീസ് പേപ്പർ 3 ടെക്നോളജിയുടെ പെർസ്പെക്റ്റീവ് നോക്കണം. അതേപോലെ തന്നെ പ്രിലിംസിനകത്ത് ടെക്നോളജി ആസ്പെക്റ്റിൽ നമുക്ക് 1-2 ചോദ്യങ്ങളൊക്കെ വരാറുണ്ട്. എസ്പെഷ്യലി സയൻസ് ആൻഡ് ടെക് ആയിട്ട് ചേർന്നിട്ട് നമുക്ക് 4 മുതൽ 5 ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അതിൽ തന്നെ 1 മുതൽ 2 ചോദ്യങ്ങൾ, 1 ചോദ്യങ്ങൾ നമുക്ക് ടെക്നോളജി സ്പെസിഫിക് ആയിട്ടും വരുന്നത്. അതിൽ തന്നെ ISROയുടെ വാർത്തകൾ പ്രാധാന്യമുണ്ട്. അതുപോലെ DRDOയുടെ വാർത്തകളുണ്ട്. ഇന്നിപ്പോൾ നമ്മൾ ഈ സ്പേസ് ഡെക്സ് മിഷൻ എന്ന് പറയുന്നത് നമുക്ക് ISRO റിലേറ്റഡ് ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ആർട്ടിക്കിൾ കൂടിയാണ്. സോ ഇനി ആ ഒരു ആർട്ടിക്കിളിനെ കുറിച്ച് ഡീപ്പായിട്ട് നമുക്ക് ഡിസ്കഷൻ സമയത്ത് പഠിക്കാം. രണ്ടാമത്തെ ടോപ്പിക്ക് കോഫി പ്രൊഡക്ഷൻ ഇൻ ഇന്ത്യ കുറിച്ചിട്ടുള്ളതാണ്. നമ്മൾ ഇന്നലത്തെ DNA നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്നലെ ടർമറിക്കുമായിട്ട് ബന്ധപ്പെട്ട അല്ലെ ടർമറിക് ബോർഡ് ഗവൺമെന്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നലെ നമ്മൾ ന്യൂസിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ അതേപോലെ തന്നെ ഈ പറഞ്ഞ ഇന്ന് ആ ഒരു രണ്ടാമത്തെ വാർത്ത നമ്മുടെ ബിസിനസ് ലൈൻ മാഗസിനിൽ ഉണ്ടായിരുന്ന വാർത്തയാണ്. കോഫി പ്രൊഡക്ഷൻ ഇന്ത്യയുടെ കോഫി പ്രൊഡക്ഷൻ ഈ വർഷം ഇന്ത്യയിലെ കോഫിയുടെ പ്രൊഡക്ഷൻ ഈ പറഞ്ഞ പോലെ എക്കാലത്തേക്കാളും കൂടുതലായിരിക്കും. അതിന് ഫേവറബിൾ ആയിട്ടുള്ള ചില കണ്ടീഷൻസ് ഒക്കെ നമുക്കിവിടെ ഉണ്ടായിരുന്നു, ക്ലൈമറ്റിക് കണ്ടീഷൻസ് ഒക്കെ പറയുവാണെങ്കിൽ. അപ്പൊ അതിന്മേൽ വന്നിരിക്കുന്ന ഒരു ആർട്ടിക്കിളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവ് കൃത്യമായിട്ട് നോക്കണം. ബിക്കോസ് ഞാൻ ഇന്നലെയും പറഞ്ഞിരുന്നു പ്രിലിംസിന് അഗ്രികൾച്ചർ എന്നുള്ള സെക്ഷനാണ് നമുക്ക് ഇതുപോലെയുള്ള ക്രോപ്സിനെ കുറിച്ചിട്ട്, പ്ലാന്റേഷൻ ക്രോപ്സിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് പലപ്പോഴും ചോദ്യങ്ങൾ വരാറുണ്ട്. സോ അതുകൊണ്ട് ആ ഒരു ആർട്ടിക്കിൾ നമുക്ക് ഡീപ്പായിട്ട് പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവിൽ നോക്കേണ്ടതാണ്. ദെൻ മൂന്നാമത്തെ ടോപ്പിക് ഹിന്ദു ന്യൂസ് പേപ്പറിൽ തന്നെ ഉണ്ടായിരുന്ന ആർട്ടിക്കിളാണ് ഡിപ്രീസിയേഷൻ ഓഫ് ഇന്ത്യൻ കറൻസി. അപ്പം ഇന്ത്യൻ കറൻസി ഇപ്പം കുറച്ച് നാളുകളായിട്ട് പറയുവാണെങ്കിൽ ഡോളറിനെതിരായിട്ട് നല്ല രീതിയിൽ ഇപ്പം ഡിപ്രീഷിയേറ്റ് നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പം നിലവിൽ ഇപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുന്ന 85 റുപ്പീസ് 99 പൈസ ആ ഒരു റേഞ്ചിലേക്കാണ്, അപ്രോക്സിമേറ്റ്ലി 86 വരെയൊക്കെയാണ് നിൽക്കുന്നത്. ഈ വർഷം പ്രെഡിക്റ്റ് ചെയ്യുന്നത് ബൈ ദ എൻഡ് ഓഫ് ദിസ് ഇയർ അത് മേ ബി പറഞ്ഞ പോലെ 90 ക്രോസ് ചെയ്തേക്കുമെന്നും പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെ ആണെങ്കിൽ ആദ്യമായിട്ടാക്കിയായിരിക്കും ഈ പറഞ്ഞ അല്ലെങ്കിൽ വളരെ റെയർ ഒക്കെ ആയിട്ടാണല്ലോ അങ്ങനെ നടക്കുന്നത്. യൂഷ്വലി 80s ആ ഒരു റേഞ്ചിലാണ് ഇന്ത്യൻ കറൻസിയുടെ വില മിക്കവാറും കിടക്കുന്നുണ്ടാവുക. ഇത് തന്നെ പറയുവാണെങ്കിൽ കുറേയധികം വർഷത്തിന് ശേഷമാണ് ഇത്തരത്തിൽ 86 റുപ്പീസിനോട് അടുത്ത് നിൽക്കുന്നത്. അത് ഈ വർഷത്തോടുകൂടി 90 ക്രോസ് ചെയ്തേക്കാം എന്നും പലപ്പോഴും പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് അങ്ങനെ സംഭവിക്കാനുള്ള കാരണങ്ങൾ? ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് പോസിറ്റീവ് ആയിട്ടുള്ള ഇമ്പാക്റ്റുകളും അതേപോലെ നെഗറ്റീവ് ആയിട്ടുള്ള ഇമ്പാക്റ്റുകളും നമുക്ക് കൃത്യമായിട്ടും പ്രിലിംസിനും അത് ആവശ്യമാണ്, മെയിൻസിനും കൃത്യമായിട്ട് ആവശ്യമാണ്. സോ അത് എക്കണോമി റിലേറ്റഡ് ആയതുകൊണ്ടാണ് ജനറൽ സ്റ്റഡീസ് പേപ്പർ 3 പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ മെയിൻസ് റിലേറ്റഡ് ആയിട്ടും പഠിക്കുന്നത്. ഓക്കെ, ദെൻ ഫോർത്ത് ടോപ്പിക്ക് ഇന്നത്തെ നമ്മുടെ ബിസിനസ് ലൈൻ മാഗസിനിൽ വന്നിരിക്കുന്ന ഒരു എഡിറ്റോറിയൽ ആർട്ടിക്കിൾ ആണത്. അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടാണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ അഗ്രികൾച്ചറിന് റിലേറ്റ് ചെയ്യാം, അതുപോലെ തന്നെ എൻവയോൺമെന്റുമായിട്ടും എക്കോളജി ആൻഡ് എൻവയോൺമെന്റുമായിട്ട് ബന്ധപ്പെട്ടും പഠിക്കാൻ പറ്റുന്ന ഒരു ആർട്ടിക്കിളാണ്. മൾട്ടിപ്പിൾ ക്രോപ്പിംഗ് ആൻഡ് ഇറ്റ്സ് അഡ്വാൻറ്റേജസ് ഫോർ സ്മോൾ സ്കെയിൽ ഫാർമേഴ്സ് എന്നുള്ളതായിരുന്നു ആർട്ടിക്കിളിന്റെ ഹെഡ്ലൈൻ ആയിട്ട് വായിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇത്രയും ടോപ്പിക്ക് നമുക്ക് വിശദമായിട്ട് പഠിക്കാനായിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഇനിയുള്ള സമയങ്ങളിൽ എസ്പെഷ്യലി ഈ വർഷം പ്രിലിംസിന് അറ്റൻഡ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ കൂടുതലും പ്രിലിംസ് ഓറിയന്റഡ് ആയിട്ടുള്ള രീതിയിലുള്ള ആർട്ടിക്കിൾസ് ഒക്കെ കൂടുതലൊന്നും പഠിക്കാനായിട്ട് ശ്രമിക്കണം. ബിക്കോസ് ഈ സമയങ്ങളിലൊക്കെ കറണ്ട് അഫെയറിൽ വരുന്ന വാർത്തകളൊക്കെയാണ് ഭൂരിഭാഗവും പരീക്ഷകളിൽ കണ്ടുവരാറുള്ളത്. ശരി, അങ്ങനെയുള്ള കുറെ ആർട്ടിക്കിൾസ് നമ്മളിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്ന പോലെ തന്നെ ഒരു പ്രിലിംസിന്റെ മോഡൽ MC കൂടെ സോൾവ് ചെയ്തായിരിക്കും സെഷൻ വൈൻഡ് അപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ടൈം കളയാണ്ട് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് ആർട്ടിക്കിൾ സ്പേഡെക്സ് മിഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇന്ത്യ ബിക്കംസ് ഫോർത്ത് കൺട്രി ടു അച്ചീവ് ദ സ്പേസ് ഡോക്കിംഗ്. അപ്പൊ ഇങ്ങനെ ഒരു വാർത്ത വായിക്കുമ്പോൾ തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ മൈൻഡിലേക്ക് വരേണ്ട ഒരു ചോദ്യം, ഇപ്പൊ ഇന്ത്യ ഫോർത്ത് കൺട്രി നല്ല കിടക്കുന്നു, അപ്പോൾ ഇതിനു മുമ്പ് ആ ഒരു നേട്ടം കൈവരിച്ചിട്ടുള്ള മറ്റു 3 രാജ്യങ്ങൾ ആരൊക്കെയാണ് എന്നുള്ളതാണ് ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ചോദ്യം. അപ്പൊ അതിനുള്ള ഉത്തരമാണ് ആദ്യം നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് കൺട്രി പറഞ്ഞ ഫസ്റ്റ് 3 രാജ്യങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ 1 US, 2 ഈ പറഞ്ഞ പോലെ റഷ്യ, ദെൻ 3 ചൈന. ഓക്കെ, ചൈന. ഈ 3 രാജ്യങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഈ ടെക്നോളജി സ്വന്തമായിട്ട് ഈ പറഞ്ഞ പോലെ ഉള്ള രാജ്യമായിട്ട് ഇന്ത്യ മാറിയിരിക്കുന്നത്. സോ നൗ ഇന്ത്യ ബിക്കെയിം ദ ഫോർത്ത് കൺട്രി ഇൻ ദ വേൾഡ് ടു അച്ചീവ് സ്പേസ് ഡോക്കിംഗ്. അപ്പോൾ ഈ ഒരു നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഞാനത് പഠിക്കാൻ എന്താ കാര്യങ്ങൾ പറഞ്ഞുതരാം. എനിവേ നമ്മൾ പണ്ടത്തെ ആ ഒരു ഇനീഷ്യൽ ഈ ഒരു ആർട്ടിക്കിളിൽ ഡീൽ ചെയ്ത DNA ക്ലാസ്സിൽ പറഞ്ഞ കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. നമ്മൾ ഈ സ്പേസ് ഡോക്കിംഗ് എന്നൊക്കെ പറയുമ്പോൾ കൃത്യമായിട്ടും എന്തിനാണ് ഈ സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെന്റ് ഇന്ത്യ ഇപ്പം ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യക്ക് വരാൻ പോകുന്ന 1-2 പ്രധാനപ്പെട്ട മിഷൻസ് ഉണ്ട്. ഉദാഹരണം പറയുവാണെങ്കിൽ നമ്മുടെ ഗഗൻയാൻ മിഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സ്വന്തമായിട്ട് ഈ പറഞ്ഞ പോലെ ഒരു സ്പേസ് സ്റ്റേഷൻ, ഇപ്പൊ നിലവിൽ പറയുന്ന ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻസ് ഉണ്ടല്ലോ, അതുപോലെ ഇന്ത്യക്ക് സ്വന്തമായിട്ടുള്ള സ്പേസ് സ്റ്റേഷൻ നമ്മൾ നിർമ്മിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ബൈ 2035 അത് വരും എന്നുള്ളതൊക്കെയാണ് പറയപ്പെടുന്നത്, നോൺ ആസ് ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ. അപ്പോൾ അവിടെ ഈ പറഞ്ഞ അതിനൊക്കെ ഭാഗമായിട്ടാണ് നിങ്ങൾ റീസെന്റ് ഈ ഒരു സ്പേഡെക്സ് മിഷൻ ആണെങ്കിൽ ലോഞ്ച് ചെയ്തതിന്റെ കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വാർത്ത കണ്ടു കാണുമല്ലോ, ISRO ഈ പറഞ്ഞ പോലെ സ്പേസിൽ പയറുമണികൾ ഈ പറഞ്ഞ പോലെ മുളപ്പിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാർത്തകൾ കണ്ടില്ലേ. അതങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എക്സ്പെരിമെന്റുകളൊക്കെ നടത്തുക, സ്പേസ് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെരിമെന്റുകളൊക്കെ നടത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്പേസ് സ്റ്റേഷനുകളൊക്കെ തന്നെ നിർമ്മിക്കുന്നത്.
അപ്പൊ അവിടെ ആ സ്പേസ് സ്റ്റേഷനിൽ നമുക്ക് ആളുകളെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകേണ്ടതായിട്ട് വരും, ലബോറട്ടറിയിലേക്കുള്ള സയന്റിസ്റ്റുകളെ അങ്ങോട്ട് കൊണ്ടുപോകേണ്ടതായിട്ട് വരും, അവിടേക്ക് വേണ്ടുന്ന മെറ്റീരിയൽസ് കൊണ്ടുപോകേണ്ടതായിട്ട് വരും. അപ്പൊ അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോഴേക്കും ഇവിടെ ഈ സ്പേസ് സ്റ്റേഷനുമായിട്ട് നമുക്ക് ഭൂമിയിൽ നിന്നും പോകുന്ന സ്പേസ് ക്രാഫ്റ്റിനെ ഡോക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്നാലേ ഉള്ളൂ ഇവിടുന്ന് സ്പേസിലേക്ക് പോകുന്ന സയന്റിസ്റ്റുകളെ നമുക്ക് ആ ഒരു സ്പേസ് സ്റ്റേഷനിലേക്ക് കയറ്റി വിടാനായിട്ടും അതുപോലെ തന്നെ അവിടുന്ന് തിരികെ പോരുന്ന ആളുകളെ നമുക്ക് തിരികെ ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ അതിലേക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഗഗൻയാൻ നമ്മളിപ്പോൾ ചെയ്യുന്നത്. ഗഗൻയാൻ എന്ന് പറയുമ്പോൾ സ്പേസിലേക്ക് ആളുകളെ കയറ്റി വിടാനായിട്ടുള്ളതാണ്, സ്പേസിലേക്ക് മനുഷ്യരെ കൊണ്ടുപോവുക, തിരികെ കൊണ്ടുവരിക. ആ ഒരു എക്സ്പെരിമെന്റ് സക്സസ്ഫുൾ ആകുന്നത് നമ്മുടെ ഈ സ്പേസ് സ്റ്റേഷന് വേണ്ടിയിട്ടൊക്കെയുള്ള സഹായകരമാണ് എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഇതെല്ലാം ഒരു ലിങ്കേജ് ആണ്. ഇപ്പൊ ഈ സ്പേസ് എക്സ് മിഷനും അതുപോലെ വരാൻ പോകുന്ന ഗഗൻയാൻ പദ്ധതിയും എല്ലാം തന്നെ നമ്മുടെ ഈ ഒരു ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷന്റെ ഒരു ലിങ്കേജുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന മിഷൻസ് ആണെന്നുള്ള കാര്യമൊക്കെ. അപ്പൊ ഇതെല്ലാം സക്സസ്ഫുൾ ആകേണ്ടതിന്റെ ആവശ്യകതയുണ്ട്. ബിക്കോസ് ഇതെല്ലാം സക്സസ്ഫുൾ ആയെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ ആണെങ്കിലും സക്സസ്ഫുൾ ആക്കി മാറ്റാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ അതിലേക്കുള്ള നാഴികക്കല്ലുകളാണ് ഇപ്പൊ ISRO ഇതിലൂടെയൊക്കെ തന്നെ അച്ചീവ് ചെയ്യുന്നുള്ള കാര്യം ഓർത്തിരിക്കാം. അപ്പോൾ ഇതിന്റെ കൃത്യമായിട്ടും ഫസ്റ്റ് ഫേസ് ആണ് സത്യം പറഞ്ഞാൽ ആ ഒരു സ്പേഡെക്സ് മിഷന്റെ ഒരു ഫസ്റ്റ് ഇനീഷ്യൽ ഫേസ് സക്സസ്ഫുൾ ആണ്. ഇനിയിപ്പോൾ ഇതിന് രണ്ടാമതൊരു ഫേസും കൂടി. രണ്ടാമത്തെ ഫേസ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു രണ്ട് സ്പേസ് ക്രാഫ്റ്റിനെ ഡോക്ക് ചെയ്തു, മീൻസ് കൂട്ടിച്ചേർത്തു. ഇനി എന്ത് ചെയ്യണം? അതിനെ അൺഡോക്കും കൂടെ ചെയ്യണം. കാരണം സ്പേസ് ക്രാഫ്റ്റുകൾ ഇപ്പോൾ ഞാൻ പറഞ്ഞു ഇതിലേക്കുള്ള എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ആ സ്പേസ് സ്റ്റേഷനിൽ വേണ്ടിയിട്ടാണ്. അപ്പൊ സ്പേസ് സ്റ്റേഷനിൽ വൺസ് ഇതുകൊണ്ട് ഡോക്ക് ചെയ്തതിനു ശേഷം അവിടുന്ന് സയന്റിസ്റ്റുകളുമായിട്ട് നമുക്ക് തിരികെ പോരണം. തിരികെ പോരുന്നതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ഫേസ് അച്ചീവ് ചെയ്തു, ആ സ്പേസ് ക്രാഫ്റ്റുമായിട്ട് ഡോക്ക് ചെയ്യുന്ന ടെക്നോളജി നമുക്ക് കിട്ടി. ഇനി അൺഡോക്കിംഗ് കൂടെ നമുക്ക് കിട്ടണം. അൺഡോക്കിംഗ് കൂടെ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ അവിടെ നമുക്ക് ഭൂമിയിലേക്ക് തിരികെ പോരുന്നതിന്റെ ഉള്ള ടെക്നോളജിയും കൂടെ കിട്ടിയെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. സോ അതാണ് ഇനി സ്പേഡെക്സ് മിഷന്റെ രണ്ടാമത്തെ ഒരു ഒബ്ജക്റ്റീവ് ആയിട്ട് നിൽക്കുന്നു. അതും കൂടെ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും കംപ്ലീറ്റ്ലി ഈ ഒരു മിഷൻ അതുകൊണ്ട് നമുക്ക് സക്സസ്ഫുൾ ആക്കാൻ പറ്റി കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഈ ഒരു മിഷൻ സക്സസ്ഫുൾ ആയിരുന്നു എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇപ്പൊ നിലവിൽ അതിന് ഫസ്റ്റ് സ്റ്റേജായി ഡോക്കിംഗ് എന്നുള്ള ടെക്നോളജി കൈവരിച്ച ലോകത്തിലെ 4ാമത്തെ രാജ്യം എന്നുള്ള പട്ടികയിലേക്ക് ഇന്ത്യ ഇടം പിടിച്ചിരിക്കുകയാണ്. ഓക്കെ, സോ എനിവേ ഈ പറഞ്ഞ പോലെ നമുക്ക് ഈ കാര്യങ്ങളാണ് മെയിൻലി പരീക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ളത്. സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെന്റ് സ്പേഡെക്സ് എന്ന് പറയുമ്പോൾ അതിന്റെ ഷോർട്ട് ആണെന്നുള്ള കാര്യം ഓർക്കാം. അതിന്റെ മെയിൻ മിഷൻ, ഈ മിഷന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടു ഡെവലപ്പ് ആൻഡ് ഡെമോൺസ്ട്രേറ്റ് ദ ടെക്നോളജി നീഡഡ് ഫോർ ഡോക്കിംഗ്. ഈ ഫേസ് നമ്മൾ അച്ചീവ് ചെയ്തു, ഡോക്കിംഗ് ആൻഡ് അൺഡോക്കിംഗ് ഓഫ് 2 സ്മോൾ സ്പേസ് ക്രാഫ്റ്റ്. അപ്പം അൺഡോക്കിംഗ് എന്നുള്ള ഫേസും കൂടെ അടുത്ത ദിവസങ്ങളായിട്ട് നടക്കുമെന്നാണ് ISRO പറഞ്ഞിരിക്കുന്നത്. എനിവേ ഇതിലൂടെ നമ്മൾ വിക്ഷേപിച്ചിരിക്കുന്ന 2 സ്പേസ് ക്രാഫ്റ്റ് ആണ് ഇപ്പോൾ നിങ്ങൾ ഈ വാർത്തയിൽ കേൾക്കുന്നത്. നോൺ ആസ് കോഡ് നെയിമുകൾ എന്ന് പറയുന്നത് SDX-01 എന്നും SDX-02 ആണ്. SDX-1 എന്ന് പറയുന്നത് ചേസറും അതുപോലെ SDX-02 ടാർഗറ്റും എന്നാണ് അറിയപ്പെടുന്നത്. ഇവയെ നമ്മളിപ്പോൾ ഡോക്ക് ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്നത് 476 കിലോമീറ്റർ അകലെയുള്ള ഒരു ലോ എർത്ത് ഓർബിറ്റിലാണ് എന്നുള്ള കാര്യം കൂടെ ഓർത്ത് വെച്ചേക്കാം. ഈ 2 സാറ്റലൈറ്റുകൾക്കും അപ്രോക്സിമേറ്റ്ലി 220 കിലോഗ്രാം ഭാരം വരും എന്നുള്ളതാണ് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ലോഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന റോക്കറ്റ് എന്ന് പറയുന്നത് PSLVയുടെ C60 റോക്കറ്റ് ആണെന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. അപ്പോൾ ലോഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതല്ല, ലോഞ്ച് ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ISROയുടെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ലോഞ്ച് വെഹിക്കിൾ കൂടിയാണ് PSLV. ISROയ്ക്ക് പ്രധാനമായിട്ട് നമുക്ക് ഒരെണ്ണം കൂടിയുണ്ട്, GSLV എന്ന് പറയുന്ന റോക്കറ്റ് ലോഞ്ചറും കൂടിയുണ്ട്, ഒരു സാറ്റലൈറ്റ് ലോഞ്ചറും കൂടിയുണ്ട്. ബട്ട് GSLV എന്നൊക്കെ പറയുന്ന കുറെ കൂടെ ഭാരം കൂടിയ സാറ്റലൈറ്റുകളൊക്കെ വിക്ഷേപിക്കാൻ ഉപയോഗിക്കുന്നത്. ഉദാഹരണം നമ്മൾ പറയുകയാണെങ്കിൽ ചന്ദ്രയാൻ ലേറ്റസ്റ്റ് മിഷൻ ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ ആ ഒരു GSLV ഉപയോഗിച്ചത്. പക്ഷേ ഫസ്റ്റ് ചന്ദ്രയാൻ എന്ന് പറയുന്ന മിഷൻ നമ്മൾ PSLV ഉപയോഗിച്ചത്. PSLV റോക്കറ്റിനെ സംബന്ധിച്ച് ഒരുപാട് ദൂരത്തേക്ക് ഭാരം കൂടിയ സാറ്റലൈറ്റുകളെ കൊണ്ടുപോകാനായിട്ടുള്ള ലിമിറ്റേഷൻ ഉണ്ട്. അതിന് അത്രയും പവറിന്റെ വെച്ചൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഭാരം വഹിച്ച് നമ്മൾ ഒരുപാട് ദൂരത്തേക്ക് പോകേണ്ട സാറ്റലൈറ്റുകളൊക്കെ ആണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന GSLV റോക്കറ്റ് ആണ്. നമ്മുടെ GSLV എന്ന് പറയുന്ന ക്രയോജനിക് എഞ്ചിൻ എന്നുള്ള ടെക്നോളജി ഒക്കെ ഈ പറഞ്ഞ പോലെ ഉള്ള എഞ്ചിൻ ഒരു റോക്കറ്റ് ആണെന്നുള്ള കൂടി ഓർത്തിരിക്കുക. അപ്പൊ ആ ഒരു റോക്കറ്റ് ഉപയോഗിച്ചിട്ടായിരിക്കും ഇനി വരാൻ പോകുന്ന നമ്മുടെ ഗഗൻയാൻ വിക്ഷേപിക്കുന്നത്. ഗഗൻയാൻ എന്നുള്ള പദ്ധതിയെ കുറിച്ച് നിങ്ങൾ വാർത്തകൾ കേൾക്കുമ്പോഴേക്കും ഈ GSLV എന്നുള്ള റോക്കറ്റിനെ കുറിച്ചിട്ടും കൂടെ കേൾക്കാൻ സാധിക്കും. ഇപ്പൊ നമ്മൾ ഉപയോഗിച്ചത് PSLV, ബിക്കോസ് അത് ചെറിയ ഓർബിറ്റിലേക്കാണല്ലോ, ലോ എർത്ത് ഓർബിറ്റ് ആണ്, 470 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. ആ ഒരു റോക്കറ്റാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ആൻഡ് ഇത് ഈ പറഞ്ഞ പോലെ ഇൻഡിജിനസ് ടെക്നോളജി വിൽ ബി യൂസ്ഡ് ഫോർ ദ മിഷൻ കോൾ ഭാരതീയ ഡോക്കിംഗ്. ഈ ഒരു ടെക്നോളജിയെ ഭാരതീയ ഡോക്കിംഗ് സിസ്റ്റം എന്നായിരിക്കും അറിയപ്പെടാനായിട്ട് പോകുന്നത്. ഇതിന്റെ സിഗ്നിഫിക്കൻസ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു. Now, India became the 4th country after USA, Russia and China in the world to achieve this docking technology. ഇനി നമ്മൾ അൺഡോക്കിംഗ് കൂടെ കംപ്ലീറ്റ് ആയി കഴിയുമ്പോഴേക്കുമാണ് ഈ സ്പേഡെക്സ് എന്നുള്ള ഈ മിഷൻ, ഈ എക്സ്പെരിമെന്റ് നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റിയ, നമുക്ക് കംപ്ലീറ്റ്ലി സക്സസ്ഫുൾ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇത്രയാണ് ഈ ഒരു ആർട്ടിക്കിളിൽ നമ്മൾ എക്സാം റിലേറ്റഡ് ആയിട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഇനി നമ്മൾ രണ്ടാമത്തെ ആർട്ടിക്കിളിലേക്ക് മൂവ് ഓൺ ചെയ്യാണ്. ദ എക്സ്പോർട്ടേഴ്സ് പ്രോജക്ട് റെക്കോർഡ് കോഫി ഔട്ട്പുട്ട് ഓഫ് 3.8 lakh ടൺസ് ഫോർ 2024-25 സീസൺ എന്നുള്ളതാണ് ആർട്ടിക്കിളിന്റെ ഹെഡ്ലൈൻ ആയിട്ട് മാറിയിരിക്കുന്നത്. അപ്പൊ ഇവിടെ എത്ര ടൺ കോഫി ഉൽപ്പാദിപ്പിച്ചു എന്നുള്ളത് നമുക്ക് അത്ര പരീക്ഷയ്ക്ക് ആവശ്യമായിട്ട് വന്നേക്കത്തില്ല. നമുക്ക് പ്രിലിംസ് എസ്പെഷ്യലി അങ്ങനെയുള്ള ഡേറ്റ ഫിഗേഴ്സ് ഒക്കെ നമുക്ക് അത്രത്തോളം ഇമ്പോർട്ടന്റ് അല്ല. ബട്ട് നമുക്ക് ഈ പറഞ്ഞ കൂടുതൽ ആവശ്യം ഏതാണെന്ന് ചോദിച്ചാൽ അതിന്റെ ഫാക്ട് ആണ്, അണ്ടർലൈൻ ഫാക്ടുകളാണ് കൂടുതലായിട്ടും ആവശ്യമായിട്ടുള്ളത്. അപ്പൊ ഇവിടെ നമ്മൾ മെയിൻലി പഠിക്കാൻ പോകുന്ന കോഫി എന്നുള്ള ക്രോപ്പിനെ കുറിച്ച്, ആ ഒരു പ്ലാന്റേഷൻ ക്രോപ്പിനെ കുറിച്ചിട്ടാണ് പ്രധാനമായിട്ടും നമ്മൾ പഠിക്കുന്നത്. ഓക്കെ,
സോ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ കോഫി പ്രൊഡക്ഷനിൽ ഇന്ത്യയുടെ ഒരു നിലവിലെ പൊസിഷൻ അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. ബിക്കോസ് നിങ്ങൾ PYQs ഒക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ടോപ്പിക്കിൽ നിന്നും മീൻസ് ടീ ആകാം, കോഫി ആകാം, ഷുഗർ ആകാം, ഇവിടെ നിന്നൊക്കെ തന്നെ ഈ പറഞ്ഞ പോലെ UPSC എക്സ്പോർട്ടേഴ്സിന്റെ വെച്ചിട്ട് ഈ പറഞ്ഞ പോലെ അതിന്റെ സ്റ്റാറ്റസ് വെച്ചിട്ട് പലപ്പോഴും ചോദ്യങ്ങൾ ഫ്രെയിം വർക്ക് ചെയ്യാറുണ്ട്. സോ ഇന്ത്യ നിലവിൽ കോഫി പ്രൊഡക്ഷന്റെ കാര്യത്തിൽ 7th ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഗ്ലോബലിയാണ്. അപ്പോൾ ഫസ്റ്റ് ആരെന്ന് ചോദിച്ചാൽ ബ്രസീലാണ്, സെക്കൻഡ് വിയറ്റ്നാം, തേർഡ് ഇസ് കൊളംബിയ. അപ്പം ആദ്യത്തെ മൂന്നെണ്ണെങ്കിലും അറിഞ്ഞിരിക്കുക. ഫസ്റ്റ് കോഫി പ്രൊഡക്ഷനിൽ ഫസ്റ്റ് നിൽക്കുന്ന രാജ്യം ബ്രസീലാണെന്നുള്ള കാര്യം മറക്കരുത്. ബ്രസീൽ കഴിഞ്ഞ് വിയറ്റ്നാം, കൊളംബിയ, ഇന്തോനേഷ്യ, എത്യോപ്യ ആൻഡ് ഹോണ്ടുറാസ്. അത് കഴിഞ്ഞിട്ടാണ് ഇന്ത്യ വരുന്നത്. ആൻഡ് ഇന്ത്യ ഹാസ് എ ഷെയർ ഓഫ് അബൌട്ട് 3.50% ഇൻ ദ ഗ്ലോബൽ കോഫി പ്രൊഡക്ഷൻ. ഇത് അറിഞ്ഞിരിക്കണം കേട്ടോ, കാരണം ആ ഒരു ഷെയറും വെച്ചിട്ട് പലപ്പോഴും ചോദിക്കാറുണ്ട്. ഇന്ത്യ ഹാസ് എ ഷെയർ ഓഫ് മോർ ദാൻ 15% അല്ലെങ്കിൽ മോർ ദാൻ 20% എന്ന് തന്നു കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ് തെറ്റാ. ബിക്കോസ് ഇന്ത്യയുടെ ഗ്ലോബൽ കോഫി പ്രൊഡക്ഷൻ ഷെയർ എന്ന് പറയുന്നത് 3.50% ആണ്. അത് മറന്നേക്കരുത്. ഓക്കെ, ദെൻ എക്സ്പോർട്ടിംഗിന്റെ കാര്യത്തിൽ ഇന്ത്യ ഇസ് എ 5th ലാർജസ്റ്റ് എക്സ്പോർട്ടർ ആണ്. എക്സ്പോർട്ടിംഗ് ഓവർ 2/3 ഓഫ് ദ കോഫി പ്രൊഡക്ഷൻ. നമ്മുടെ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന കോഫിയുടെ 2/3 മീൻസ് 2/3 എന്ന് പറയുമ്പോഴേക്കും നമ്മൾ നല്ലൊരു ശതമാനം അപ്രോക്സിമേറ്റ്ലി ഒരു 66.67% നമ്മൾ ഇവിടുന്ന് കയറ്റുമതിയാണ് ചെയ്യുന്നത്. അതായത് 100 കിലോ കോഫി നമ്മളിവിടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെങ്കിൽ 66.67 കിലോഗ്രാം നമ്മൾ ശരാശരി പുറത്തേക്ക് കയറ്റുമതിയാണ് ചിലപ്പോൾ മിക്കവാറും ചെയ്യാറുള്ളത്. അങ്ങനെ കയറ്റുമതിയുടെ കാര്യത്തിൽ ഇന്ത്യ 5th ലാർജസ്റ്റ് എക്സ്പോർട്ടർ ആണ് ഇൻ ദ വേൾഡ് ആണ് ഓഫ് കോഫി പ്രൊഡക്ഷൻ. ഇന്ത്യയിൽ നിന്നും നമ്മൾ പ്രധാനമായിട്ടും കാപ്പി ഈ പറഞ്ഞ പോലെ കോഫി നമ്മൾ കയറ്റുമതി ചെയ്യുന്നത് എങ്ങോട്ടേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ ദ മാർക്കറ്റ്സ് ഓഫ് യൂറോപ്പ് വിത്ത് ഇറ്റലി, ജർമ്മനി ആൻഡ് ബെൽജിയം ആസ് ടോപ്പ് ബയേഴ്സ്. യൂറോപ്പിലേക്കാണ് പ്രധാനമായിട്ടും ഇന്ത്യൻ കാപ്പി കയറി പോകുന്നത്, അല്ലെ, കോഫി കയറി പോകുന്നത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പ് ബയേഴ്സ് ആയിട്ട് നിൽക്കുന്ന ഇറ്റലി, ജർമ്മനി, ബെൽജിയം പോലുള്ള രാജ്യങ്ങളാണെന്നുള്ള കാര്യം കൂടി മറക്കാതെ ഓർത്തിരിക്കുക. അപ്പൊ ഈ ഫാക്ട് പ്യുവർലി ഫോർ ഫിലിംസിന്റെ പെർസ്പെക്ടീവിൽ കൃത്യമായിട്ട് ഓർത്തിരിക്കണം. മെയിൻസിന് ഈ റിലേറ്റഡ് ആയിട്ടുള്ള വാർത്തകൾ വരികയാണെങ്കിൽ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ നമുക്ക് ആഡ് ചെയ്യാം. അതിന്റെ 7th ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ആൻഡ് 5th ലാർജസ്റ്റ് എക്സ്പോർട്ടർ എന്നുള്ള രീതിയിൽ ഇൻട്രൊഡക്ഷൻ പെർസ്പെക്ടീവിൽ നമുക്ക് ഈ ടോപ്പിക് ആഡ് ചെയ്യാം. ബട്ട് മോർ ആൻഡ് മോർ ഇതിന്റെ ഇമ്പോർട്ടൻസ് ഇരിക്കുന്ന ഫിലിംസിലേക്ക് വേണ്ടിയിട്ടാണ്. ദെൻ അടുത്തത് നമ്മളിപ്പം ഒരു ഗ്ലോബൽ ലെവൽ സ്റ്റാറ്റസ് കണ്ടു. ഇനി ഇന്ത്യയിലെ കോഫി പ്രൊഡക്ഷന്റെ കുറച്ച് കാര്യങ്ങൾ നോക്കണം. പ്രധാനമായിട്ട് നമ്മളിവിടെ കൃഷി ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന കോഫീസ് എന്ന് പറയുന്നത് 2 ടൈപ്പാണ്. ഒന്ന് അരാബിക്കയും അതേപോലെ റോബസ്റ്റയും. ഇത് നിങ്ങൾ നോക്കുവാണെങ്കിൽ PYQൽ കാണാൻ സാധിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അരാബിക്ക, റോബസ്റ്റ ഈ പറഞ്ഞ ഏതിന്റെ വെറൈറ്റി ആണ് എന്ന് വേണമെങ്കിൽ ചോദിക്കാം. അല്ലെങ്കിൽ താഴെ തന്നിരിക്കുന്നതിൽ ഏതൊക്കെയാണ് കോഫിയുടെ വെറൈറ്റീസ് കൾട്ടിവേറ്റഡ് ഇൻ ഇന്ത്യ എന്ന് വേണമെങ്കിൽ ചോദിക്കാം. അപ്പം ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന കോഫീസിന്റെ വെറൈറ്റി എന്ന് പറയുന്നത് ഒന്ന് അരാബിക്കയും 2 റോബസ്റ്റയാണ്. ഇതിൽ ഈ പറഞ്ഞ പോലെ ഹൈ ഗ്രേഡ് വാല്യൂ ഉള്ള അല്ലെങ്കിൽ ഹൈ മാർക്കറ്റ് വാല്യൂ ഉള്ള കോഫി ഈ പറഞ്ഞ പോലെ വെറൈറ്റി എന്ന് ചോദിച്ചാൽ ഇറ്റ്സ് അറാബിക്ക. അറാബിക്കയാണ് ഹയർ മാർക്കറ്റ് വാല്യൂ ഉള്ളത്. സുപ്പീരിയർ ഫ്ലേവർ ആൻഡ് അറോമയാണ്. ഹൈ ഗ്രേഡ് ആയിട്ടുള്ള കോഫിയും കൂടിയാണ് അറാബിക്ക. ഗ്രോൺ അറ്റ് ഹയർ ഓൾട്ടിറ്റ്യൂഡ്സിലാണ് പ്രധാനമായിട്ടും അറാബിക്ക നമ്മൾ കൃഷി ചെയ്യുന്നത്. ഇനി റോബസ്റ്റ എന്ന് പറയുന്നതാണ് ശരിക്കും പറഞ്ഞാൽ അറാബിക്കയെ കമ്പയർ ചെയ്യുമ്പോഴേക്കും റോബസ്റ്റയ്ക്ക് ലോവർ ക്വാളിറ്റിയാണ്. പക്ഷേ ഗ്ലോബൽ പ്രൊഡക്ഷനിൽ കൂടുതലും ഡോമിനേറ്റ് ചെയ്യുന്ന ഏതാണ്? റോബസ്റ്റ വെറൈറ്റി എന്നുള്ള കാര്യം ഓർത്തിരിക്കാം. ഇത് കുറച്ചേ ഉള്ളൂ, അതുകൊണ്ടാണ് ഇതിന് വലിയ വിലയും കൂടുതൽ വരുന്നത് അറാബിക്കയ്ക്ക്. ബിക്കോസ് ഹയർ മാർക്കറ്റ് വാല്യൂ കാരണം അത് അധികം ഒന്നും പ്രൊഡ്യൂസ് ചെയ്യാറില്ല. ബിക്കോസ് അതിനുള്ള കണ്ടീഷൻസ്, ക്ലൈമാറ്റിക് കണ്ടീഷൻസ്, ലിമിറ്റേഷൻസ് ഉള്ള കാരണം റോബസ്റ്റയാണ് കൂടുതലും ഇവിടെ കൾട്ടിവേറ്റ് ചെയ്യാറുള്ളത്. നോൺ ഫോർ സ്ട്രെങ്ത് ആൻഡ് ഹയർ കഫൈൻ കണ്ടന്റ്. അപ്പൊ കഫൈൻ കണ്ടന്റ് കൂടുതലുള്ള കോഫി വെറൈറ്റി ഏതാണെന്ന് ചോദിച്ചാൽ റോബസ്റ്റയാണ്. കൂടുതലായിട്ട് റോബസ്റ്റ വെറൈറ്റി ഉപയോഗിക്കുന്നത് നമ്മൾ കോഫി ബ്ലെൻഡിംഗ് പർപ്പസിന് വേണ്ടിയിട്ടാണ്. ബ്ലെൻഡിംഗ് പർപ്പസിനായിട്ട് കൂടുതൽ ഉപയോഗിക്കുന്ന ഏത് വെറൈറ്റി ഓഫ് കോഫി എന്ന് ചോദിച്ചാൽ ഇറ്റ്സ് ഓൾസോ റോബസ്റ്റ. ആൻഡ് ലോവർ ക്വാളിറ്റിയാണ് റോബസ്റ്റയ്ക്കുള്ളത് കമ്പയർഡ് ടു അറാബിക്കയ്ക്ക്. ലോവർ ക്വാളിറ്റിയാണ് റോബസ്റ്റയ്ക്കുള്ളത്. ദെൻ ഇറ്റ് ഡോമിനേറ്റ്സ് ഗ്ലോബൽ പ്രൊഡക്ഷൻ. ഗ്ലോബൽ പ്രൊഡക്ഷനിൽ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത് ഏതാണ്? റോബസ്റ്റയാണ്. സിഗ്നിഫിക്കൻലി 72% പ്രൊഡക്ഷൻ റോബസ്റ്റയിൽ മേലാണ്. ഓക്കെ, ഇനി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എവിടെയാണെന്ന് കൃത്യമായിട്ട് നോക്കണം. ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കർണാടകത്തിലാണ്. 70%, നമ്മുടെ 70% കോഫി പ്രൊഡ്യൂസ് ചെയ്യുന്നത് കർണാടകത്തിലാണ്. പിന്നെ അതേ നമ്മുടെ കേരളമുണ്ട്. ഓക്കെ, കേരളത്തിൽ വയനാട്, ഇടുക്കി ഈ മേഖലകളിലൊക്കെ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ കർണാടക, പിന്നെ കേരളം, പിന്നെ ഈ പറഞ്ഞ തമിഴ്നാട്, പിന്നെ മറ്റ് ചെറിയ ചെറിയ സംസ്ഥാനങ്ങളിലും കൂടെ ചേർത്തിട്ട് ഒരു കുറച്ച് ചെറിയ കോൺട്രിബ്യൂഷൻസ് കൂടിയുണ്ട്. സോ ഹയസ്റ്റ് പ്രൊഡക്ഷൻ കർണാടക, ദെൻ കേരള, തമിഴ്നാട്. ഈ മൂന്നെണ്ണം കൃത്യം 3 സ്റ്റേറ്റുകളിലെ കൃത്യമായിട്ടും ഓർത്തിരിക്കുക. ദെൻ ഇതിനുവേണ്ട ക്ലൈമറ്റിക് റിക്വയർമെന്റ്സ് അറിഞ്ഞിരിക്കണം. ക്ലൈമറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15 ഡിഗ്രി മുതൽ 20 ഡിഗ്രി. ഇത് കൃത്യമായിട്ട് വേണമെങ്കിൽ ഒരു പാരഗ്രാഫ് പോലെ ചോദിക്കാം കേട്ടോ. UPSCക്ക് അങ്ങനെ ഒരു രീതിയും കൂടിയുണ്ട്. പാരഗ്രാഫ് പോലെ ഒരു സാധനം തരും. ഓക്കെ, എന്നിട്ട് ഈ പാരഗ്രാഫിൽ തന്നിരിക്കുന്ന ക്രോപ്പ് ഏതാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ നമ്മളോട് ചോദിക്കും. 4 ഓപ്ഷൻ ABCD 4 ഓപ്ഷൻ കൂടെ തരും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ബിക്കോസ് ഇതിങ്ങനെ പാരഗ്രാഫ് ആയിട്ട് തരുവാണെങ്കിൽ ഇത് കോഫിയുടെ ആണ് എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയണം. സോ 15 മുതൽ 28 ഡിഗ്രി സെൽഷ്യസ് ആണ് കൂടുതലായിട്ടും ഇതിന്റെ ക്ലൈമറ്റ്. അവിടെ വേണമെങ്കിൽ ഊഹിക്കാന്ന് പറയുന്നത് ഇത് ഓൾട്ടിറ്റ്യൂഡ് കൂടുതലുള്ള സ്ഥലങ്ങളിലാണ് നമുക്ക് പഠിച്ചല്ലോ. ഇപ്പം തൊട്ട് ഉണ്ടായിരുന്നു
ഓൾട്ടിറ്റ്യൂഡ് കൂടുന്നതോടെ നമ്മുടെ ടെമ്പറേച്ചർ ഡൗൺ ആവുകയല്ലേ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഹയർ ടെമ്പറേച്ചർ തന്നു കഴിഞ്ഞാൽ ഇത് കോഫിക്ക് പറ്റിയതല്ല എന്നുള്ളൊരു നിഗമനത്തിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കും. ലൈക്ക് ഓപ്ഷനിൽ അല്ലെങ്കിൽ പാരഗ്രാഫിൽ വരുന്നത് ദിസ് ടൈപ്പ് ഓഫ് ക്രോപ്പ് ഇസ് കൾട്ടിവേറ്റഡ് ഇൻ ഏരിയാസ് വെയർ ടെമ്പറേച്ചർ ഈസ് യൂഷ്വലി ഫ്രം 30 to 35 ഡിഗ്രി സെൽഷ്യസ്. അവിടെ നമുക്കൊരു ലോജിക്ക് വേണം. ആ ഒരു ഓൾട്ടിറ്റ്യൂഡ് കൂടുതലായതുകൊണ്ട് കോഫി ഇവിടെ വരാൻ ഓപ്ഷനിൽ കോഫി ഉണ്ടെങ്കിൽ കോഫിക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു ക്ലൈമറ്റ് അല്ല അത് എന്നുള്ള ലോജിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കും. സോ 15 to 28 ഡിഗ്രി സെൽഷ്യസ് ആണ്. ദെൻ റെയിൻഫോൾ എന്ന് പറയുന്നത് നല്ലൊരു അത്യാവശ്യം റെയിൻഫോൾ വേണം. 150 to 250 സെന്റിമീറ്റർ ആണ് ആനുവലി പറയുവാണെങ്കിൽ. സോയിൽ എന്ന് പറയുന്നത് വെൽ ഡ്രെയിൻഡ് ആയിട്ടുള്ള ലോമി സോയിൽ റിച്ച് ഇൻ ഹ്യൂമസ് വിത്ത് അയൺ ആൻഡ് കാൽസ്യം കണ്ടന്റ് ഉള്ള സോയിൽസ് ആണ് ഇതിന് വേണ്ടത്. ഗ്രോൺ ആൻഡ് ഹിൽ സ്ലോപ്സ് ആണ്. ബിറ്റ്വീൻ 600 to 1600 മീറ്റേഴ്സ് ഉള്ള ഹിൽ സ്ലോപ്പുകളാണ് കൂടുതലായിട്ട് നമ്മൾ കൃഷി ചെയ്യാറുള്ളത്. പിന്നെ ഷെയ്ഡ് വേണം ആൻഡ് ഡ്രൈ വെതർ ആയിരിക്കണം വേണ്ടത്. റിക്വസ്റ്റ് ഷെയ്ഡി ട്രീസ്. അതുകൊണ്ടാണ് മരങ്ങളുടെ ഇടയ്ക്കൂടെയാണ് ഇപ്പൊ നമ്മുടെ നാട്ടിലും ഇപ്പോൾ കാപ്പിയൊക്കെ ഉള്ള നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ കാപ്പി തോട്ടങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് അതിന്റെ ഇടയ്ക്കൂടെ വലിയ വലിയ മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്നതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് തണലത്താണ് കൂടുതലായിട്ട് മരം. ഒരുപാട് ചൂട് ഇതിന് പറ്റത്തില്ല. സോ ഇറ്റ് ഹാവ് ടു ബി ഗ്രോൺ അണ്ടർ ഷെയ്ഡി ട്രീസ് ആൻഡ് ഡ്രൈ കണ്ടീഷൻസ് ഡ്യൂറിംഗ് വെറി റൈപ്പനിങ്. അതിന്റെ ആ ഒരു കാപ്പിക്കുരു കണ്ടിട്ടുണ്ടാവല്ലോ. ആ കാപ്പിക്കുരു ഒക്കെ ആണെങ്കിലും അത് പഴുത്ത് ഈ പറഞ്ഞ പോലെ അതിന്റെ മൂപ്പ് എത്തണമെങ്കിൽ, റൈപ്പൻ ചെയ്ത് നല്ലൊരു ഇതിലേക്ക് എത്തണമെങ്കിൽ ആ ഒരു ഡ്രൈ കണ്ടീഷൻസ് വേണം. പിന്നെ ഈ പറഞ്ഞ ഷെയ്ഡി ടെമ്പറേച്ചറുമാണ് കൂടുതലായിട്ടും ആവശ്യമുള്ളത്. ഇനി റൈറ്റ് സൈഡിൽ കാണുന്നത് ഇന്ത്യയിലെ കോഫി പ്രൊഡക്ഷന്റെ ട്രെൻഡ് ആണ്. ഇവിടെ ലാസ്റ്റ് ഫിഗർ വരെ ആഡ് ചെയ്തിട്ടുണ്ട്. 2023-24 വരെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, വാല്യൂസ് അല്ല പ്രധാനമായിട്ട് നമ്മളോട് ചോദിക്കാൻ ചാൻസ് ഉള്ളത്, ട്രെൻഡ് ആണ്. ഈ ട്രെൻഡ് നോക്കുവാണെങ്കിൽ പാസ്റ്റ് 5 ഇയേഴ്സ് എന്ന് പറയുമ്പോഴേക്കും നമുക്ക് 2019 വരെ തന്നെ എടുക്കാം. പാസ്റ്റ് 5 ഇയേഴ്സ് ആയിട്ട് ഇന്ത്യയിലെ കോഫി പ്രൊഡക്ഷൻ ഇൻക്രീസിംഗ് ആണെന്ന് പറഞ്ഞാൽ ശരിയാ. ഓക്കെ, കാരണം ഇപ്പൊ 1980, പിന്നെ 3340, 420, 520, 740 ഒരു ഇൻക്രീസിംഗ് ട്രെൻഡ് ഉണ്ട്. പക്ഷേ എല്ലാ വർഷവും ഇൻക്രീസിംഗിന്റെ ഗ്രോത്ത് കൂടുന്നുണ്ടെന്ന് പറഞ്ഞാൽ തെറ്റാ. ബിക്കോസ് ഇവിടെ നോക്കിയേ, ഈ 2019, 2020 തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഗ്രോത്ത് ഇത്രത്തോളം ഉണ്ട്. ഇത്രയും ഗ്രോത്ത് ഇല്ല അടുത്ത വർഷങ്ങളായിട്ട്. പിന്നെ അത് കഴിഞ്ഞ് ഗ്രോത്ത് കൂടുന്നത് 22, 23, 24 കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ സ്റ്റഡി ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ സ്റ്റഡി ആയിട്ട് അല്ലെങ്കിൽ ഗ്രോത്തിന്റെ റേറ്റ് ഒരുപാട് കൂടുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റാണ്. ബട്ട് ദർ ഇസ് എ ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ കൃത്യമായിട്ട് നമുക്ക് പറയാം ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഫോർ ദ പാസ്റ്റ് 5 ഇയേഴ്സ്. എങ്ങാനും 6 or 7 ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ അത് തെറ്റിപ്പോകും. ബിക്കോസ് 2018 കഴിഞ്ഞ് 2019 കണ്ട ഒരു ഡിപ്പ് ഉള്ളത്. അതുകൊണ്ട് 5 ഇയേഴ്സ് ആണ് ചോദ്യമെങ്കിൽ ഈ പറഞ്ഞാൽ നമുക്ക് ശരിയാണ്. അല്ലാത്ത ഒരു വർഷങ്ങൾ, അതിന് മുകളിലേക്കുള്ള ഒരു വർഷമാണെങ്കിൽ അത് ഗ്രോത്തിന്റെ ഇടയ്ക്ക് അത് കട്ട് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കി വെച്ചേക്കാം കേട്ടോ. അപ്പൊ ഇത്രയാണ് ആ കോഫി പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കൃത്യമായിട്ടും പഠിച്ച് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു പോയിന്റ്. ദെൻ നമ്മുടെ മൂന്നാമത്തെ ആർട്ടിക്കിളിലേക്ക് കിടക്കുകയാണ്. ദി ഇമ്പാക്ട്സ് ഓഫ് റുപ്പി വീക്കനിങ്. ഇതാണ് ഞാൻ തുടക്കത്തിൽ നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ റുപ്പി നല്ല രീതിയിൽ ഈ പറഞ്ഞ പോലെ ഡോളറിനെതിരായിട്ട് ഡീവാലുവേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത്. അപ്രോക്സിമേറ്റ്ലി ഒരു 85.99 റുപ്പീസിലാണ് ഇപ്പൊ നിലവിൽ നിൽക്കുന്നത്. ഈ ഒരു ഗ്രാഫ് നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്. ഐ മീൻ ഈ വർഷം 2004, ഓക്കെ, ഇതൊരു 20 വർഷത്തെ ഒരു കമ്പാരിസൺ ആണ്. 2004 ഹിന്ദു ന്യൂസ് പേപ്പറിൽ ഉണ്ടായിരുന്ന ആ ഒരു ടേബിൾ ചാർട്ടിന്റെ ഫിഗർ ഞാൻ ഫോട്ടോ എടുത്ത് വെച്ചിരിക്കുന്നതാണ്. 20 വർഷങ്ങൾക്ക് മുമ്പ് April 2, 2004 കാലഘട്ടത്തിൽ ഇന്ത്യൻ രൂപയുടെ ഒരു ഡോളറിന് 43 രൂപ 80 പൈസ എന്ന നിലയിലാണ് കിട്ടുന്നുണ്ടിരുന്നത്. ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ പറയുവാണ് ഇത് ഡബിൾ എത്തിയിട്ടുണ്ട് അല്ലെ. ഇപ്പൊ നിലവിൽ ഇപ്പം January 10, 2025 ഡേറ്റ ഇവിടെ കാണുന്നത് 85 രൂപ 90 പൈസ എന്ന നിലയിലാണ്. ലേറ്റസ്റ്റ് ഫിഗർ പ്രകാരം 85 രൂപ 99 പൈസ ആ രീതിയിലേക്ക് വരെ ഇന്ത്യൻ റുപ്പി എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോഴേക്കും ഓൾമോസ്റ്റ് പറയുവാണെങ്കിൽ ഡബിൾ, 2 മടങ്ങ്, ഈ പറഞ്ഞ 1 മടങ്ങ് ഈ പറഞ്ഞ പോലെ വർദ്ധിച്ചിട്ടുണ്ട്. ഇത് എന്താണ് പ്രധാനമായിട്ടും കാരണം എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. മീൻസ് ഇങ്ങനെ ഒരു വാർത്ത വരുമ്പോഴേക്കും ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ഇപ്പം ഈ ടോപ്പിക്കൊക്കെ നമുക്ക് ഫിലിംസിന് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഏരിയസ് ആണ്. ഇവിടെയൊക്കെ വരുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിപ്രീസിയേഷൻ എന്നുള്ള വാക്കാണല്ലോ കേൾക്കുന്നത്, അതെന്താന്നുള്ള കാര്യം മനസ്സിലാക്കുക. ബിക്കോസ് അത് മനസ്സിലാക്കാതെ നമുക്ക് അതിലേക്ക് കടക്കാനായിട്ട് പറ്റത്തില്ല. അപ്പൊ ഡിപ്രീസിയേഷൻ എന്താണ് എന്നുള്ള കാര്യം മനസ്സിലാക്കാം. കാരണം ആ സംഭവം മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ റുപ്പി ഡിപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ദോഷങ്ങളെ കുറിച്ചിട്ടും അല്ലെങ്കിൽ ഗുണങ്ങളെ കുറിച്ചിട്ടും നമുക്ക് പെട്ടെന്ന് തന്നെ ഐഡന്റിഫൈ ചെയ്ത് മനസ്സിലാക്കി എടുക്കാനായിട്ടും സാധിക്കും. സോ അതുകൊണ്ട് തന്നെ നമ്മൾ പഠിക്കുമ്പോഴും ആദ്യം ഞാൻ പറയാൻ പോകുന്ന ടോപ്പിക്ക് ഈ എക്സ്ചേഞ്ച് റേറ്റുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. എക്സ്ചേഞ്ച് റേറ്റ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹോം കറൻസി, എത്ര ഹോം കറൻസി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു വിദേശ കറൻസി കിട്ടും എന്നുള്ളത്. അല്ലെങ്കിൽ നേരെ തിരിച്ചും പറയാം, നമ്മുടെ കയ്യിൽ ഒരു വിദേശ കറൻസി ഉണ്ടെങ്കിൽ അതിനെ നമ്മുടെ ഹോം കറൻസി ആയിട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും എന്നൊക്കെ പറയുന്നതാണ് എക്സ്ചേഞ്ച് റേറ്റ് എന്നുള്ളത്. എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ കൺവേർഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പം പല രാജ്യങ്ങളിലും പല കറൻസീസ് ആണ് അവിടെ മോഡ് ഓഫ് എക്സ്ചേഞ്ച് ആയിട്ട് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പം ഇന്ത്യൻ കറൻസി ഉപയോഗിച്ച് എല്ലാ രാജ്യങ്ങളിലും പോയി സാധനങ്ങൾ വാങ്ങാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്റർനാഷണലി ട്രാവൽ ചെയ്യുമ്പോഴോ എവിടെയെങ്കിലും പറഞ്ഞാൽ യാത്രയൊക്കെ ചെയ്യുമ്പോഴൊക്കെ ഇപ്പോൾ ഒബ്വിയസ്ലി നമുക്ക് ഈ കറൻസീസ് കൺവേർട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുമ്പോഴാണെങ്കിൽ കൺവേർട്ട് ചെയ്യണം. അപ്പൊ ഈ കൺവേർട്ട് ചെയ്യുമ്പോൾ എത്രത്തോളം മറ്റ് രാജ്യത്തെ കറൻസികൾ നമുക്ക് കിട്ടും എന്നുള്ളതാണ് ഈ ഒറ്റ വാക്കിൽ പറയുവാണെങ്കിൽ എക്സ്ചേഞ്ച് റേറ്റ് കൊണ്ട് സൂചിപ്പിക്കുന്നത്. എക്സാമ്പിൾ ആയിട്ട് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട് 85 per $1 മീൻസ് ഒരു ഡോളറിന് 85 രൂപയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് 85 ഇന്ത്യൻ റുപ്പീസ് ആർ റിക്വയർഡ് ടു പർച്ചേസ് $1. 85 ഇന്ത്യൻ രൂപ കൊടുത്താലേ നമുക്ക് ഒരു $1 മേടിക്കാൻ പറ്റുള്ളൂ. നേരെ തിരിച്ചും പറയാം, ഒരു $1 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര ഇന്ത്യൻ രൂപ കിട്ടുമെന്ന് പറയാം, 85 ഇന്ത്യൻ രൂപ കിട്ടുമെന്നും നമുക്ക് വേണമെങ്കിൽ പറയാനായിട്ട് സാധിക്കും. ഇനി എല്ലായ്പ്പോഴും ഇതിങ്ങനെ ഒരു ഡോളർ 85 ആണ് നിർബന്ധമില്ല. അതായത് എക്സ്ചേഞ്ച് റേറ്റുകളെ നമുക്ക് 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്നാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ്. ഫിക്സഡ്
എക്സ്ചേഞ്ച് റേറ്റ്. ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞ പോലെ തന്നെയാണ്, ഒരു ഡോളർ 85 രൂപയാക്കി നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അത് പിന്നെ മാറത്തേ ഇല്ല. അത് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കും അണ്ടിൽ ആൻഡ് അൺലസ് ആ രാജ്യത്തെ അതോറിറ്റി പറഞ്ഞ പോലെ ഗവൺമെന്റ് അല്ലെങ്കിൽ അവിടുത്തെ സെൻട്രൽ ബാങ്ക് അത് മാറ്റുന്നിടം വരെ ഈ പറഞ്ഞ പോലെ അത് അവിടെ അതുപോലെ തന്നെ തുടർന്ന് പൊക്കോണ്ടേയിരിക്കും. അതിന് പറയുന്ന പേരാണ് ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം. പക്ഷേ ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടാണ് പാലിക്കാനായിട്ട്. ഉദാഹരണം പറഞ്ഞാൽ പാലിക്കുന്ന രാജ്യങ്ങളൊക്കെ ഉണ്ട്, ചൈന പോലുള്ള രാജ്യങ്ങൾ അത് പിന്തുടരുന്നുണ്ട്. ബിക്കോസ് അത് വെച്ച് കഴിഞ്ഞാൽ എവിടെയാണ് ബുദ്ധിമുട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ വെക്കുന്ന രാജ്യത്തിന് അതുപോലെ വലിയൊരു ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് ഉണ്ടായിരിക്കണം. ബിക്കോസ് മാർക്കറ്റിൽ ഈ ഡോളറിന്റെ ഒക്കെ തന്നെ സപ്ലൈ അനുസരിച്ച് ഇതിന്റെ വില മാറും. അപ്പൊ നമ്മൾ ഇത് എപ്പോഴും ഒരേപോലെ തന്നെ പിടിച്ചു നിർത്തുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് എല്ലായ്പ്പോഴും തന്നെ മാർക്കറ്റിൽ ഇന്റർവീൻ ചെയ്യേണ്ടി വരും, ഫോറിൻ കറൻസി മാർക്കറ്റിൽ ഇന്റർവീൻ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ആ രാജ്യത്തിന് അത്രത്തോളം വിദേശ നാണ്യ ശേഖരം ഇല്ല എങ്കിൽ ഫിക്സഡ് എക്സ്ചേഞ്ച് സിസ്റ്റം മുന്നോട്ട് വെച്ചുകൊണ്ട് പോകുന്നത് ബുദ്ധിമുട്ടായിട്ട് മാറിയേക്കാം. ഇനി രണ്ടാമത്തെ ഒരു എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തിന്റെ പേരാണ് ഫ്ലോട്ടിംഗ്. ഓക്കെ, ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം. ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് എന്ന് പറയുമ്പോൾ വെള്ളത്തിൽ നമ്മൾ പൊങ്ങിക്കിടക്കാന്ന് പറയും. ഇപ്പൊ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുമ്പോൾ ആ വെള്ളത്തിന്റെ ഈ പറഞ്ഞ പോലെ ലെവൽ അനുസരിച്ച് ആ വസ്തുവിലും മേലും ആ വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. വേറെ ആ വസ്തു ഒന്നും പ്രത്യേകിച്ച് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. വെള്ളം പൊങ്ങുമ്പോൾ ആ ഒരു ഒബ്ജക്റ്റ് മേളിലേക്ക് പോകും, വെള്ളം താഴുമ്പോൾ ഒബ്ജക്റ്റും താഴത്തേക്ക് പോകും. എന്നതുപോലെ തന്നെയാണ് മാർക്കറ്റിലെ ഡോളറിന്റെയും റുപ്പിയുടെയും ഡിമാൻഡ് സപ്ലൈ അനുസരിച്ചിട്ട് വില ഓരോ ദിവസം എക്സ്ചേഞ്ച് റേറ്റുകൾ മാറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിന് പറയുന്നവരാണ് ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം. ഇനി ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതിന്റെ പേരാണ് മാനേജർ ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് സിസ്റ്റം. മാനേജർ ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം. ലോകത്തുള്ള മിക്ക രാജ്യങ്ങളിൽ തന്നെ ഇതാ പാലിക്കപ്പെടുന്നത്. ഇന്ത്യ പാലിക്കപ്പെടുന്ന ഏതാണ്? മാനേജർ ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് സിസ്റ്റം. ആ മാനേജർ ഫ്ലോട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സമയങ്ങളിൽ നമ്മൾ മാർക്കറ്റിൽ ഇന്റർവ്യൂ ചെയ്യാറില്ല, അവിടെ റുപ്പി ഡോളർ ഡിമാൻഡ് അനുസരിച്ച് പ്രൈസ് മാറിക്കൊണ്ടിരിക്കും അല്ലെങ്കിൽ വില മാറിക്കൊണ്ടിരിക്കും. എന്നാൽ ചില സമയങ്ങളിൽ ഇടപെടണം എന്ന് തോന്നണം ഒരു സമയത്ത് ഈ പറഞ്ഞ പോലെ രാജ്യത്തെ സെൻട്രൽ അതോറിറ്റി പറഞ്ഞ പോലെ അവിടെ ഇടപെട്ട് ആ റുപ്പിയുടെ വാല്യൂ ഒക്കെ തന്നെ കറക്റ്റ് ചെയ്യാറുണ്ട്. നമ്മൾ പാലിക്കുന്നത് ഒരു മാനേജർ ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് സിസ്റ്റം ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അവിടെ ഡിമാൻഡ് ആൻഡ് സപ്ലൈക്കും പ്രാധാന്യമുണ്ട്, സെൻട്രൽ ബാങ്കിന്റെ ഇന്റർവെൻഷനും പ്രാധാന്യം ഉണ്ടെന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം. സോ ഏതൊരു വസ്തുവിന്റെയും ആവശ്യകത കൂടുമ്പോഴാണ് അതിന്റെ മൂല്യം വർദ്ധിക്കുന്നത്. ഇവിടെയാണെങ്കിൽ അതുപോലെ തന്നെ നമ്മൾ ഓർത്താൽ മതി. ഏതൊരു വസ്തു ഇപ്പൊ നമ്മൾ ഡോളറും റുപ്പിയാണ് എക്സാമ്പിൾ ആയിട്ട് എടുക്കുന്നത്. ബിക്കോസ് നമുക്ക് വിദേശത്തേക്ക് പോകുമ്പോൾ കൂടുതൽ ആവശ്യമുള്ള ഡോളറാണ്. അപ്പം നമുക്ക് വിദേശത്തേക്ക് പോകുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് ഡോളറിന്റെ ആവശ്യകത കൂടും. അപ്പം ഡോളറിന്റെ ആവശ്യകത കൂടുമ്പോൾ തീർച്ചയായിട്ടും അതിന്റെ മൂല്യം വർദ്ധിക്കും. ഈ മൂല്യം വർദ്ധിക്കുന്നതിനെയാണ് നമ്മൾ അപ്രീസിയേഷൻ വിശേഷിപ്പിക്കുന്നത്. അതായത് ഇന്നിപ്പോൾ 85 രൂപ വെച്ച് കിട്ടാൻ പറ്റുന്ന ഡോളറിനെ ഈ പറഞ്ഞ പോലെ നമുക്ക് ഈ പറഞ്ഞ പോലെ ആവശ്യകത വർദ്ധിക്കുമല്ലോ, പുറത്തേക്ക് പോകുമ്പോഴേക്കും നമുക്ക് ആവശ്യകത വർദ്ധിക്കും. ആവശ്യകത വർദ്ധിക്കുമ്പോഴേക്കും അതിന്റെ ഈ പറഞ്ഞ പോലെ മൂല്യം വർദ്ധിക്കും. മൂല്യം വർദ്ധിക്കുമ്പോൾ ഡോളറിന്റെ കാര്യത്തിൽ നമ്മൾ പറയും ഡോളർ ഹാസ് അപ്രീഷിയേറ്റഡ് എന്ന് പറയും. എന്നാൽ നേരെ തിരിച്ച് ഇപ്പുറത്തെ കറൻസിയായ റുപ്പിക്ക് നമ്മൾ എന്ത് പറയും? ഡിപ്രീഷിയേറ്റഡ്. ബിക്കോസ് രൂപ ആർക്കും വേണ്ട, അപ്പൊ രൂപയുടെ മൂല്യം കുറഞ്ഞു. അപ്പൊ രൂപയുടെ ഈ പറഞ്ഞ മൂല്യം കുറയാന്ന് പറയുമ്പോൾ രൂപയുടെ ഡിപ്രീസിയേഷൻ സംഭവിച്ചു. അപ്പോൾ ഇവിടെ 85 രൂപ എന്നുള്ളത് മേ ബി 87 രൂപയിലേക്ക് വരും, പുറത്തേക്ക് ഫണ്ട് പോകും. അപ്പൊ പുറത്തേക്ക് ഡോളർ പോകുമ്പോഴേക്കും വെൻ ഡോളർ മൂവ്സ് ഔട്ട്വേർഡ്സ് റുപ്പി ഗെറ്റ്സ് ഡിപ്രീഷിയേറ്റഡ് നമ്മൾ പറയുന്ന ഈ കാരണത്താല. പുറത്തേക്ക് പോകുമ്പോൾ ആൾക്കാർക്ക് ഡോളർ മതി. ഇപ്പൊ ഡോളർ മതി എന്ന് പറയുമ്പോൾ എല്ലാവരും ആവശ്യം അതായി, അതിന്റെ മൂല്യം കൂടി. അപ്പൊ മൂല്യം കൂടുന്നതിന് അപ്രീസിയേഷൻ. ഇപ്പൊ ഡോളർ അപ്രീഷിയേറ്റ് ചെയ്യും, നേരെ തിരിച്ച് ആരുടെ മൂല്യം കുറഞ്ഞു? ഇന്ത്യൻ റുപ്പിയുടെ മൂല്യം കുറഞ്ഞു, ഇന്ത്യൻ റുപ്പി ഡിപ്രീഷിയേറ്റ് ചെയ്യും. ഓക്കെ, ഇനി ഇതിന് നേരെ തിരിച്ചാണ് പുറത്തുനിന്ന് ഫണ്ടുകളിൽ ഇങ്ങോട്ടേ വരാന്ന് വെച്ചു. പുറത്തുനിന്ന് ഇങ്ങോട്ടേക്ക് ഫണ്ട് വരുമ്പോൾ എല്ലാവരുടെ കയ്യിൽ ഡോളറാണ്, അവരുടെ ആവശ്യം ഇതിനെ ഇന്ത്യൻ റുപ്പിയിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ടാണ്. സോ ഇതിന്റെ ആവശ്യം കൂടി, ഇന്ത്യൻ റുപ്പിയുടെ ആവശ്യം കൂടി. അപ്പൊ ആവശ്യം കൂടിയപ്പോൾ ഇന്ത്യൻ റുപ്പിയുടെ മൂല്യം കൂടി, ഇന്ത്യൻ റുപ്പി അപ്രീഷിയേറ്റ് ചെയ്യും. നേരെ തിരിച്ച് ആര് ഡിപ്രീഷിയേറ്റ് ചെയ്യും? ഡോളർ ഡിപ്രീഷിയേറ്റ് ചെയ്യും. അന്നേരം 85 കിടക്കുന്ന ഒരു ഡോളറിന്റെ വില എന്ന് പറയുന്ന നേരെ 83ലേക്ക് മാറും. ഇതാണ് അപ്രീസിയേഷൻ. ഇത് അപ്രീസിയേഷനും നേരെ തിരിച്ച് നമ്മൾ ആദ്യം കണ്ടതിന്റെ പേരാണ് ഡിപ്രീസിയേഷൻ. ഈ ഡിപ്രീസിയേഷൻ വരുന്നത് എങ്ങനെയാണ്? ഫണ്ട് പുറത്തേക്ക്, ഫണ്ട് ഈ പറഞ്ഞ പോലെ ഔട്ട്വേർഡ്സ് പുറത്തേക്ക് പോകുമ്പോഴേക്കും. അപ്രീഷിയേറ്റ് ചെയ്യുന്ന എപ്പോഴാണ്? ഫണ്ട് ഈ പറഞ്ഞ പോലെ ഇൻകമിങ് ഇന്ത്യയിലേക്ക് വരുമ്പോഴേക്കുമാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. ഓക്കെ, അപ്പൊ നിലവിൽ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നപ്പോൾ എന്താണ്? ഡിപ്രീസിയേഷൻ. ഇനി നിങ്ങൾക്ക് പറയാമല്ലോ ഇപ്പം ഡിപ്രീസിയേഷൻ ഉണ്ടാകാനുള്ള കാരണം എന്തായിരിക്കും? ഇന്ത്യയിൽ നിന്ന് ഫണ്ടുകൾ ഒരുപാട് പുറത്തേക്ക് പോകുന്നുണ്ട്. ഇതിന്റെ കാരണങ്ങൾ നമുക്ക് അടുത്ത സ്ലൈഡുകളായിട്ട് നോക്കാം. സോ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് എക്സ്ചേഞ്ച് റേറ്റുകളെ. ഇപ്പൊ എക്സ്ചേഞ്ച് റേറ്റുകളെ ബാധിക്കുന്ന കാര്യങ്ങൾ എന്താ വെച്ചാൽ ട്രേഡ് ഡെഫിസിറ്റ്. ഇപ്പൊ ട്രേഡ് ഡെഫിസിറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പുറത്തുനിന്ന് ഇറക്കുമതി ചെയ്തിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ പുറത്തുനിന്ന് ഇറക്കുമതി ചെയ്യുമ്പോൾ ഇന്ത്യൻ റുപ്പിക്ക് ഡിപ്രീസിയേഷൻ ഉണ്ടാകാനായിട്ടുള്ള ചാൻസുകളും വളരെ വളരെ കൂടുതലാണ്. പിന്നെ ഇൻഫ്ലേഷൻ ഒരു ഫാക്ടറാണ്. ബിക്കോസ് നമ്മുടെ നാട്ടിൽ ഇൻഫ്ലേഷൻ ഉണ്ടെന്ന് വിചാരിച്ചു. അപ്പൊ നമ്മുടെ നാട്ടിൽ ഇൻഫ്ലേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന മിക്ക സാധനങ്ങൾക്കും വില കൂടും. ഈ സമയത്ത് നമ്മൾ ചിന്തിക്കും എന്തിനാ ഇവിടെയുള്ള സാധനം മേടിക്കുന്ന, പുറത്തുനിന്നുള്ള സാധനം മേടിച്ചാൽ ഇതിനേക്കാളും ചിലവ് കുറഞ്ഞ് നമുക്ക് മേടിക്കാൻ പറ്റും. അങ്ങനെയൊക്കെ സാഹചര്യം വരും മാർക്കറ്റ് ഇൻഫ്ലേഷൻ വരുമ്പോൾ. സോ ആളുകൾ പുറത്തുനിന്ന് സാധനം മേടിക്കാൻ തുടങ്ങും. ഈ പറഞ്ഞ പോലെ നമ്മുടെ റുപ്പിക്ക് ഡിപ്രീസിയേഷൻ ഉണ്ടാകാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, അതും ഒരു പോയിന്റ് തന്നെയാണ്. അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ സാധനത്തിന് വലിയ മാർക്കറ്റ് വാല്യൂ കുറവ്, മീൻസ് വെച്ചാൽ അതിന് വില കൂടുമല്ലോ. വില കൂടുമ്പോഴേക്കും വിദേശത്ത് അത് അട്രാക്ഷൻ കുറയും അതിന്റെ. അപ്പൊ അന്നേരം എക്സ്പോർട്ട് അധികം നടക്കത്തില്ല, നമ്മൾ കൂടുതൽ ഇമ്പോർട്ട് ചെയ്യും. അപ്പൊ അന്നേരം ഈ പറഞ്ഞ ഇന്ത്യൻ റുപ്പിക്ക് ഡിപ്രീഷിയേറ്റ് ചെയ്യാം. പിന്നെ ഈ പറഞ്ഞ പോലെ ക്യാപിറ്റൽ ഔട്ട് ഫോഴ്സ്. ഇവിടെ എങ്ങാനും ഈ പറഞ്ഞ ഫണ്ട് പുറത്തേക്ക് പോകണം. ജസ്റ്റ് ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, നിലവിൽ ഈ പറഞ്ഞ ഒക്ടോബർ 2024 ഫോറിൻ പോർട്ട്ഫോളിയോ മീൻസ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ അപ്രോക്സിമേറ്റ്ലി 94,017 കോടി രൂപയാണ് ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് പിൻവലിച്ച് പുറത്തേക്ക് പോയത്.
അപ്പൊ അത്രയും വലിയൊരു തുക ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് പോയിട്ടുണ്ട്. സോ ആ സമയത്ത് ഇന്ത്യൻ റുപ്പിക്ക് എന്ത് സംഭവിക്കാം? ഡിപ്രീസിയേഷൻ സംഭവിക്കാം. പിന്നെ ഡോളർ സ്ട്രെങ്തൻ ചെയ്യുമ്പോൾ US മാർക്കറ്റിൽ കൂടുതൽ റിട്ടേൺസ് കിട്ടാൻ തുടങ്ങും. അന്നേരമൊക്കെയാണ് അത് കാരണമാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടുന്ന് ഇന്ത്യയിൽ നിന്നൊക്കെ തന്നെ ഫണ്ട് പുറത്തേക്ക് പോകുന്നത്. ഇപ്പൊ അതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കൻ ഇലക്ഷൻ റീസെന്റ് കഴിഞ്ഞു, കുറച്ച് നാൾ മുമ്പ് കഴിഞ്ഞു. ഇപ്പം ഈ മാസം 24-ാം തീയതി ട്രംപ് അധികാരത്തിൽ കയറുകയാണ്. ട്രംപിന്റെ പോളിസി എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അമേരിക്ക വൺ എന്നുള്ളതാണ്. എല്ലാ അർത്ഥത്തിലും അമേരിക്കയെ ഒന്നാമതാക്കുക. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ കാലയളവിൽ അമേരിക്കൻ എക്കണോമി റിവൈവ് ചെയ്യും എന്നുള്ളൊരു ഒരു പ്രതീക്ഷ എല്ലാ ആളുകൾക്കും ഉണ്ട്. സോ അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പം ഫണ്ട് എല്ലാം എങ്ങോട്ടേക്ക് പോകുന്നത്? ഈ അമേരിക്കയിലേക്ക് മീൻസ് US മാർക്കറ്റിലേക്ക് പോകുന്നു. അതിന്റെ ഭാഗമാണ് ഈ ഒക്ടോബർ മാസങ്ങളിലൊക്കെ തന്നെ ഇത്രത്തോളം വലിയൊരു ഒരു ഔട്ട്ഫ്ലോ ഇന്ത്യയിൽ നിന്നും ഉണ്ടായത് എന്നുള്ള കാര്യം കൂടെ ഓർത്ത് വെച്ചേക്കാം. സോ അതാണ് മെയിൻലി പറയാനായിട്ടുള്ള ഫാക്ടേഴ്സ് എക്സ്ചേഞ്ച് റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇനി ഇങ്ങനെ വരുമ്പോൾ പോസിറ്റീവ് ഇമ്പാക്ട് എന്താ വെച്ചാൽ ഇപ്പൊ നമ്മൾ പറയുന്നത് ഡിപ്രീസിയേഷൻ ആണ് പറയുന്നത്. $1 = 85 എന്നുള്ളത് $1 = 90. എക്സാമ്പിൾ ചെയ്യാൻ ഇത് ഗ്യാപ്പ് ഇച്ചിരി കൂട്ടിയെടുത്താൽ $1 = 90 ആണ് വിചാരിച്ചു. ഇങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മുടെ രാജ്യത്ത് എക്സ്പോർട്ട് കൂടും. ബിക്കോസ് ഈ സമയങ്ങളിൽ നമ്മൾ കയറ്റുമതി ചെയ്യുമ്പോഴേക്കും വിദേശത്ത് നമുക്ക് $1 തന്നെയായിരിക്കും ആവശ്യത്തിന് കിട്ടുന്നത്. പക്ഷേ നാട്ടിൽ വന്നത് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 85 രൂപയ്ക്ക് 90 രൂപ കിട്ടും. കൂടുതൽ ഇൻകം നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തുള്ള എക്സ്പോർട്ടിനെ അത് ബൂസ്റ്റ് ചെയ്യും. പിന്നെ ഈ പറഞ്ഞ റെമിറ്റൻസ് കൂടും. ഇപ്പം വിദേശത്തൊക്കെയുള്ള ആൾക്കാർ നമ്മുടെ നാട്ടിലേക്ക് പൈസ അയക്കുമല്ലോ. പണ്ടായിരുന്നെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ $1 85 കിട്ടുമ്പോഴേക്കും ഈ സമയത്ത് അവർ നാട്ടിലേക്ക് പൈസ അയക്കുവാണെങ്കിൽ $1 90 വെച്ച് അവർക്ക് കിട്ടും. അപ്പോൾ കൂടുതൽ അവർക്ക് നേട്ടം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ റെമിറ്റൻസ് ഇൻക്രീസ് ചെയ്യും. പിന്നെ ഈ പറഞ്ഞ പോലെ ഇംപ്രൂവ്സ് ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ ഫോർ സബ്സ്റ്റിറ്റ്യൂഷൻ. അതായത് ഈ സമയങ്ങളിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കും. കാരണം കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്ത് ഇതിനെ നമ്മൾ എന്ത് ചെയ്യാൻ ശ്രമിക്കും? കയറ്റുമതി ചെയ്യാനായിട്ട് ശ്രമിക്കും. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഈ സമയത്ത് ഇറക്കുമതി ചെലവ് കൂടും. കാരണം 85 രൂപയ്ക്ക് കിട്ടിക്കൊണ്ട് നമ്മൾ ഇറക്കുമതി ആണെങ്കിൽ 90 രൂപ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇറക്കുമതി ചെലവ് കൂടുന്ന കാരണം ഓട്ടോമാറ്റിക്കലി അവിടെ ഒരു ചാൻസ് ഉണ്ട് നമ്മൾ ആ ഒരു ഇമ്പോർട്ട് ചെയ്ത് ഉപയോഗിക്കുന്ന വസ്തുക്കളെ ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കാനായിട്ട്. കാരണം ഇവിടെ ഉൽപ്പാദിപ്പിച്ച് അതിന് വില കുറഞ്ഞ് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുമല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ ഈ പറഞ്ഞ ഈ ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ ഈ പറഞ്ഞാൽ നമുക്ക് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ടൂറിസം ഇംപ്രൂവ് ചെയ്യും. ബിക്കോസ് ഈ സമയങ്ങളിൽ ഇന്ത്യയിലേക്ക് വരുന്ന ടൂറിസ്റ്റുകൾക്ക് $1 കയ്യിലുണ്ടെങ്കിൽ 90 രൂപ കിട്ടും. അപ്പൊ അതിനനുസരിച്ച് പറഞ്ഞ നേരത്തെ 85 രൂപ ഉണ്ടായിരുന്നു. ഇപ്പോൾ അവർക്ക് വെറുതെ ഈ പറഞ്ഞ 5 രൂപ ഈ പറഞ്ഞ എക്സ്ട്രാ അവർക്ക് കിട്ടും. അവരുടെ കാരണത്തല്ലാതെ ഈ പറഞ്ഞ മാർക്കറ്റിൽ എക്സ്ചേഞ്ച് റേറ്റിന് വ്യത്യാസം മൂലം 5 രൂപ എക്സ്ട്രാ അവർക്ക് കിട്ടും. 5 രൂപ കൊണ്ട് എക്സ്ട്രാ കുറെ കാര്യങ്ങൾ അവർക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ ഈ പറഞ്ഞാൽ ഇന്ത്യയിലെ ടൂറിസം ആക്ടിവിറ്റീസ് ആണെങ്കിലും ബൂസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ഈ 5 രൂപ എന്ന് പറയുമ്പോൾ നിങ്ങൾ അങ്ങനെ എടുക്കണ്ട. ബിക്കോസ് $1 കാര്യം 5 രൂപ. $10 കയ്യിലുള്ള ആളാണെങ്കിലോ 50 രൂപയായി. അതേ സ്ഥാനത്ത് $100 കയ്യിലുള്ള ആൾക്കാരാണെങ്കിൽ 500 രൂപ. ഒരു വ്യത്യാസം ഇല്ലാതെ ഈ പറഞ്ഞാൽ അവർക്ക് ഈ എക്സ്ചേഞ്ച് റേറ്റിൽ വന്നൊരു കാരണത്താൽ 500 രൂപ എക്സ്ട്രാ കിട്ടാനായിട്ട് സാധിക്കും. 500 രൂപ കൊണ്ട് ഇന്ത്യയിൽ എന്തെങ്കിലും കാര്യങ്ങൾ പലത് ചെയ്യാമല്ലോ. അപ്പൊ അങ്ങനെ ഈ പറഞ്ഞ പോലെ കൂടുതൽ ടൂറിസം ആക്ടിവിറ്റീസും ഇവിടെ ബൂസ്റ്റപ്പ് ചെയ്യും. എന്നാൽ ഇതിലൂടെ ഉണ്ടാകുന്ന നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിരം ഇമ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളാണെങ്കിൽ അവരുടെ ഇമ്പോർട്ട് ബില്ല് കൂടും. അവിടെയാണ് ഇന്ത്യക്ക് പ്രശ്നം വരുന്നത്. ഇന്ത്യ ഈ പറഞ്ഞ പോലെ കൂടുതൽ ഇമ്പോർട്ട് ചെയ്ത് കഴിയുന്ന ഒരു രാജ്യമാണ്. നെറ്റ് ഇമ്പോർട്ടർ കൺട്രിയാണ്. അപ്പോൾ അവിടെ നമ്മൾ ഇപ്പോൾ റുപ്പി ഡിപ്രീഷിയേറ്റ് ചെയ്ത് നമുക്ക് ഒരുപാട് കോസ്റ്റ് വരും. കാരണം 85 രൂപയ്ക്ക് നമ്മൾ ഇറക്കുമതി ചെയ്ത സാധനം ഇനി പോലെ 90 രൂപ കൊടുക്കേണ്ട സാഹചര്യം കോസ്റ്റ്ലിയർ ആകും. പിന്നെ അത് നമ്മുടെ ട്രേഡിനെ ഡെഫിസിറ്റ് ചെയ്യും. ബിക്കോസ് ട്രേഡ് ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ടാണ്. ഈ സമയത്ത് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഇമ്പോർട്ട് കൂടുവാണെങ്കിൽ മീൻസ് ഇന്ത്യ പോലെ രാജ്യത്ത് ഇമ്പോർട്ട് കൂടും ഈ സമയത്തും. അതായത് ഈ പറഞ്ഞ ചെലവ് കൂടും. അപ്പം അന്നേരം ഈ പറഞ്ഞ നമ്മുടെ എക്സ്പോർട്ട് അധികം നടക്കുന്നുമില്ല. ഇന്ത്യയിൽ നിന്ന് അധികം എക്സ്പോർട്ട് കയറി പോകുന്നില്ല. അപ്പോൾ എക്സ്പോർട്ട് നടക്കുന്നില്ല, ഇമ്പോർട്ട് അത് കൂടുകയും ചെയ്യുമ്പോഴേക്കും ആ ഗ്യാപ്പ് വൈഡൻ ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. പിന്നെ റൈസിങ് ഇൻഫ്ലേഷൻ. ബിക്കോസ് നമ്മൾ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന പല സാധനങ്ങളെ റോ മെറ്റീരിയൽ നമ്മൾ വിദേശത്ത് നിന്ന് കൊണ്ടുവരുന്നത്. അപ്പൊ അതൊക്കെ ഈ സമയങ്ങളിൽ വിദേശത്ത് നിന്ന് കൊണ്ടുവരുമ്പോഴേക്കും അതിന് ചെലവ് കൂടുതലാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇമ്പോർട്ടിന് ചെലവ് കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് ഈ സമയത്ത് നമ്മൾ ഇറക്കുമതി ചെയ്യുമ്പോഴേക്കും ആ വസ്തുവിന്മേൽ ഇന്ത്യയിൽ പറഞ്ഞാൽ അത് ഉപയോഗിച്ച് കഴിയുമ്പോഴേക്കും അതിന്റെ ചെലവ് അൾട്ടിമേറ്റ്ലി ഫൈനൽ പ്രൈസ് കൂടാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇതിനെയാണ് നമ്മൾ ഇമ്പോർട്ടഡ് ഇൻഫ്ലേഷൻ എന്ന് അറിയപ്പെടുന്നത്. പിന്നെ ഈ സമയങ്ങളിൽ നമ്മൾ പുറത്തുള്ള കടം തിരിച്ചടയ്ക്കാൻ പോകുമ്പോഴേക്കും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പുറത്ത് $1 കടം ഉണ്ടായിരുന്നു ചോദിച്ചു. നേരത്തെ 85 രൂപ കൊടുത്ത് $1 മേടിച്ച് പുറത്ത് കൊണ്ടേ അത് സെറ്റിൽ ചെയ്യായിരുന്നു. ഈ സമയത്താണെങ്കിലോ 90 രൂപ കൊടുത്തിട്ട് $1 മേടിച്ച് പുറത്ത് കൊണ്ട് സെറ്റിൽ ചെയ്യണം. ഐ മീൻ 5 രൂപ നമ്മൾ എക്സ്ട്രാ ഈ പറഞ്ഞ പോലെ കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അതാണ് ഡെപ്റ്റ് സർവീസിംഗ് കോസ്റ്റ് കൂട്ടാൻ ഇടയാക്കും. പിന്നെ ഈ പറഞ്ഞ ഈ സമയങ്ങളിൽ പുറത്തൊക്കെ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവരുടെ ഫീസ് ഒക്കെ അടയ്ക്കാൻ പോകുമ്പോഴേക്കും നമുക്ക് ഒരുപാട് പൈസയോ. ബിക്കോസ് ഇവിടെ നമുക്ക് ഇന്ത്യൻ കറൻസിയിൽ കൺവേർട്ട് ചെയ്യണമല്ലോ. അപ്പൊ അന്നേരം ഒരുപാട് ഫീസും കാര്യങ്ങളൊക്കെ ആകാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. ഇതൊക്കെയാണ് ഇതിന്റെ നെഗറ്റീവ് ഇമ്പാക്ട് ആയിട്ട് നമുക്ക് പറയാനായിട്ടുള്ളത്. സോ ഇത്രയാണ് ആ ഒരു ആർട്ടിക്കിൾ നമ്മൾ കൃത്യമായിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആർട്ടിക്കിളാണ്. അപ്കമിംഗ് പ്രിലിംസിന് നമുക്ക് വളരെയധികം ആവശ്യമായിട്ട് മാറിയേക്കാം. Then our last topic ആണ് മൾട്ടി ക്രോപ്പിംഗ്, നാച്ചുറൽ ഫാമിംഗ് ഐഡിയൽ ഫോർ സ്മോൾ ഫാമേഴ്സ്. ഓക്കെ, ഇതൊരു നല്ലൊരു ടോപ്പിക് തന്നെയാണ്. ബിക്കോസ് അഗ്രികൾച്ചറിനകത്ത് എസ്പെഷ്യലി ഇപ്പൊ നമുക്കറിയാലോ നമ്മുടെ നാട്ടിലെ സ്മോൾ ഫാമേഴ്സ് ഒക്കെ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. ലൈക്ക് ഇൻകം എന്നുള്ളത് അവർക്ക് വലിയൊരു വെല്ലുവിളി തന്നെയാണ്. അവരിൽ പല ആളുകൾക്കും അവർക്ക് അഗ്രികൾച്ചറിന് ഒരു ഇൻകം ആയിട്ട് കണക്കാക്കാനായിട്ട് സാധിക്കില്ല. ബിക്കോസ് ഒരു മതിയായുള്ള വരുമാനം അതിൽ കിട്ടുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇവിടെയാണ് നമ്മളൊരു സൊല്യൂഷൻ നിലയിൽ പറയുന്നത്. നമ്മുടെ നാട്ടിലെ സ്മോൾ ഫാമേഴ്സിന് ഏറ്റവും പറ്റിയ അനുയോജ്യം എന്ന് പറയുന്നത് എന്താണ്? മൾട്ടി ക്രോപ്പിംഗും അതുപോലെ നാച്ചുറൽ ഫാമിംഗ് മെത്തേഡ്സും ആണ്. അപ്പൊ ഇവിടെ നമ്മൾ എക്സാമിന് അറിഞ്ഞിരിക്കുക എന്താണ് മൾട്ടി ക്രോപ്പിംഗ്. അതും ഞാൻ നാച്ചുറൽ ഫാമിംഗ് പറയാം അതിനുശേഷം. അതായത് പണ്ട് കാലങ്ങളിൽ നമുക്കറിയാം നമ്മുടെ നാട്ടിലെ കർഷകർ ഒരുപാട് പേര് പറഞ്ഞ പോലെ കൃഷി ചെയ്യുന്നവരും ഉണ്ടായിരുന്നു. അതിനെ ഒരു ഉപജീവന മാർഗ്ഗമായിട്ട് കണക്കാക്കുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു. പക്ഷെ ഇന്നിപ്പോ നമുക്ക് അങ്ങനെ കണക്കാക്കാൻ പറ്റുന്നില്ല. ബിക്കോസ് പണ്ട് കാലങ്ങളിൽ കർഷകരെ സംബന്ധിച്ച് അവർക്ക് ചെലവുകൾ വളരെയധികം കുറവായിരുന്നു. മീൻസ് കൃഷിയിടങ്ങളിലേക്കുള്ള ചെലവുകൾ ലൈക്ക്
അവർ കൂടുതലും പാലിച്ചുകൊണ്ടിരുന്ന നാച്ചുറൽ ഫാമിംഗ് ആണ്. അതായത് കൃഷി ഉണ്ടാവും, മീൻസ് പാടത്ത് കൃഷി ഉണ്ടാവും, അതുപോലെ വീട്ടിൽ ഈ പറഞ്ഞ പോലെ കന്നുകാലികളെ മേയ്ക്കുന്നുണ്ടാവും. പശു ആയാലും അല്ലെങ്കിൽ ഈ പറഞ്ഞ ആടായാലും അങ്ങനെ ഈ പറഞ്ഞ പോലെ കന്നുകാലികളെ ആണെങ്കിലും മേയ്ക്കുന്നുണ്ടാവും. അപ്പം അത് പൗൾട്രി ഇൻഡസ്ട്രി ഉണ്ടാവും. അപ്പൊ ഇവിടുന്ന് കിട്ടുന്ന ഈ പറഞ്ഞ പോലെ നാച്ചുറൽ ആയിട്ടുള്ള മന്യൂവേഴ്സ് ഉണ്ട്. ആ മന്യൂവേഴ്സ് ഉപയോഗിച്ചിട്ടാണ് ഇവരെന്ത് ചെയ്തുകൊണ്ടിരുന്നത്, കൃഷിയിടങ്ങളിലേക്കുള്ള ഫെർട്ടിലൈസേഴ്സ് ആയിട്ട് മാറ്റിക്കൊണ്ടിരുന്നത്. അപ്പോൾ പണ്ട് കാലങ്ങളിലെ കർഷകനെ പുറത്തുനിന്ന് ഫെർട്ടിലൈസർ മേടിച്ച് കാർഷിക ഇടങ്ങളിൽ ഉപയോഗിക്കേണ്ട ഒരു രീതി വരുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വീടുകളിൽ ഈ പറഞ്ഞ പോലെ കാറ്റിൽ ഫാമിംഗ് ഒക്കെ തന്നെ ചെയ്യുമ്പോഴേക്കും അവിടുന്ന് കിട്ടുന്ന ഒരു ബൈ പ്രോഡക്റ്റ്, ഇപ്പൊ മിൽക്ക് എന്ന് പറയുന്ന ബൈ പ്രോഡക്റ്റ്, അത് വിൽക്കാം, അത് കിട്ടുമ്പോൾ ഒരു ഇൻകം ഉണ്ട്. അവിടെ നിന്നുള്ള അടുത്ത ബൈ പ്രോഡക്റ്റ് ആയ മാനുവർ ഈ പറഞ്ഞ പോലെ കൃഷിയിടങ്ങളിൽ ഉപയോഗിക്കാം. അപ്പം ഫെർട്ടിലൈസേഴ്സ് മേടിക്കേണ്ട. അപ്പൊ അങ്ങനെയൊക്കെ ഒരു രീതിയിലുള്ള സസ്റ്റൈനബിൾ ആയിട്ടുള്ള അഗ്രികൾച്ചർ ആയിരുന്നു പണ്ട് കാലങ്ങളിൽ ചെയ്തുകൊണ്ടിരുന്നത്. അതാണ് നാച്ചുറൽ ഫാമിംഗിന്റെ ഒരു ഗുണമായിട്ട് നമ്മൾ പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്നത്. പക്ഷെ പിൽക്കാലത്ത് എസ്പെഷ്യലി 1966 ആ ഒരു കാലഘട്ടം ആയപ്പോഴേക്കും ഇന്ത്യയിൽ നമ്മുടെ ഗ്രീൻ റവല്യൂഷൻ എന്നുള്ള ഒരു സംഭവം തുടങ്ങിയല്ലോ. ആ ഗ്രീൻ റവല്യൂഷൻ വന്നു കഴിഞ്ഞപ്പോഴേക്കാണ് നമ്മൾ കൂടുതൽ ഫെർട്ടിലൈസേഴ്സും ഹൈ ഈൽഡ് വെറൈറ്റി സീഡുകളൊക്കെ ഉപയോഗിച്ച് തുടങ്ങിയത്. അപ്പോൾ വൺസ് നമ്മൾ ഈ ഹൈ ഈൽഡ് വെറൈറ്റി സീഡുകളൊക്കെ ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ അതിന് കൃത്യമായിട്ട് ഫെർട്ടിലൈസേഴ്സ് നമുക്ക് കൊടുക്കണം, അല്ലാതെ അവ ഈൽഡ് തരത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ മന്യൂറും കൊണ്ട് മാത്രം നിൽക്കത്തില്ല, സിന്തറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഫെർട്ടിലൈസേഴ്സ് നമുക്ക് ഉപയോഗിക്കേണ്ടത്, മാൻമെയ്ഡ് ആയിട്ടുള്ള ഫെർട്ടിലൈസർ മീൻസ് ലബോറട്ടറി മെയ്ഡ് ഫെർട്ടിലൈസേഴ്സ് കൂടുതലായിട്ട് ഉപയോഗിക്കേണ്ടി വരുന്നു. ഇത് കൂടുതൽ കോസ്റ്റ്ലിയർ ആണ്. അങ്ങനെയാണ് കർഷകന്റെ ചെലവുകൾ വർദ്ധിച്ചതും ഓട്ടോമാറ്റിക്കലി അവൻ അതൊരു ഇൻകം ആയിട്ട് കണക്കാക്കാൻ, മീൻസ് അതിൽ നിന്നും പ്രത്യേകിച്ച് ഇൻകം ഒന്നും കിട്ടാത്ത രീതിയിലേക്ക് കൃഷി മാറിപ്പോയതും. ഇവിടെയാണ് ഒരു സൊല്യൂഷൻ പോലെ നമ്മൾ തിരിച്ചു വരിക. എസ്പെഷ്യലി സ്മോൾ സ്കെയിൽ എന്ന് പറഞ്ഞാൽ ചെറുകിട ആൾക്കാരാണ്, കുറച്ച് സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്നവരാണ്. അവരെ സംബന്ധിച്ചാണ് ഈ പ്രശ്നങ്ങൾ കൂടുതലുള്ളത്. വലിയ വലിയ ഏരിയയിൽ കൃഷി ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്ക് ഒരുപാട് ഏരിയയിലുള്ള കാരണം ഈൽഡ് കൂടുതൽ കിട്ടുമ്പോൾ അതൊരു ഇൻകം തന്നെയായിരിക്കും. ബട്ട് സ്മോൾ ഫാമേഴ്സിനെ സംബന്ധിച്ച് ഇങ്ങനെ ഫെർട്ടിലൈസേഴ്സും എല്ലാം ഉപയോഗിച്ച് കൃഷി ചെയ്യുന്നതുകൊണ്ട് അവർക്ക് വലിയ നേട്ടം കിട്ടുന്നില്ല. അപ്പൊ ഇവർക്ക് ഏറ്റവും നല്ല അനുയോജ്യമായിട്ടുള്ള മാർഗ്ഗമാണ് നാച്ചുറൽ ഫാമിങ്ങും അതുപോലെ മൾട്ടി ക്രോപ്പിംഗും. ഇവിടെ നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. അപ്പൊ നാച്ചുറൽ ഫാമിംഗ് എന്താണെന്ന് ഞാൻ പറഞ്ഞു. ഈ മൾട്ടി ക്രോപ്പിംഗ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ലാൻഡിൽ ഒരു കൃഷി നടുന്നതിന് പകരം, ഒരു ക്രോപ്പ് നടുന്നതിന് പകരം നമ്മൾ മൾട്ടിപ്പിൾ ക്രോപ്സ് കൃഷി ചെയ്യാം. ഓക്കെ, ഈ മൾട്ടിപ്പിൾ ക്രോപ്സ് കൃഷി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഗുണം ഒരു കാര്യം ഓർക്കണം. മൾട്ടിപ്പിൾ ക്രോപ്സ് കൃഷി ചെയ്യുമ്പോഴേക്കും ഈ കൃഷി ചെയ്യുന്ന ക്രോപ്പുകൾ തമ്മിൽ ഒരു കോമ്പറ്റീഷൻ വരാൻ പാടില്ല. അങ്ങനത്തെ തരം ക്രോപ്പുകളാണ് നമ്മളിവിടെ കൃഷി ചെയ്യുന്നത്. ലൈക്ക് ചില ക്രോപ്പിന് റൂട്ട് താഴെ ഒരുപാട് ഡീപ്പിൽ പോകുന്നതായിരിക്കും, ചിലത് ഈ പറഞ്ഞ സർഫസ് ലെവൽ റൂട്ട് ഉള്ളതായിരിക്കും. അങ്ങനെയൊക്കെ ഈ പറഞ്ഞ കോമ്പറ്റീഷൻ ഇല്ലാത്തവയാണ് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കായിട്ട് കൃഷി ചെയ്യാനായിട്ട് സെലക്ട് ചെയ്യുന്നത്. ഇങ്ങനെ കൃഷി ചെയ്യുമ്പോഴേക്കും നമുക്ക് റൗണ്ട് ദ ഇയർ നമുക്ക് കൂടുതൽ വരുമാനം കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. മൾട്ടിപ്പിൾ ക്രോപ്സ് ഉണ്ടല്ലോ, അപ്പൊ മൾട്ടിപ്പിൾ ക്രോപ്സ് നിന്ന് കൂടുതൽ ഈൽഡ് കർഷകന് കിട്ടാനായിട്ടുള്ള ചാൻസ് ഇത്തരത്തിലുള്ള ക്രോപ്പിംഗ് സിസ്റ്റത്തിനകത്ത് കൂടുതലാണ്. കൂടുതൽ വരുമാനം കിട്ടുന്നില്ല എന്നുള്ളൊരു പോയിന്റ് ആണല്ലോ. അപ്പൊ റൗണ്ട് ദ ഇയർ കൂടുതൽ നമുക്ക് കൃഷി ചെയ്യാൻ സാധിക്കും. ഒരു വിള ഈ പറഞ്ഞ പോലെ ഹാർവസ്റ്റ് ചെയ്തതിനു ശേഷം അടുത്ത നമുക്ക് വിളവ് കിട്ടിക്കൊണ്ടിരിക്കും. അങ്ങനെ മൾട്ടിപ്പിൾ ടൈംസ് കർഷകന് വരുമാനം കിട്ടാൻ പറ്റുന്ന ഒരു മാർഗ്ഗമാണ് ഈ മൾട്ടിപ്പിൾ ക്രോപ്പിംഗ്. സോ ഇവിടെ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് എടുക്കുമ്പോഴേക്കും ഈ മൾട്ടിപ്പിൾ ക്രോപ്പിംഗ് പോലെ തന്നെ നമ്മൾ കേൾക്കുന്ന ഒരു വാക്കാണ് ഇന്റർ ക്രോപ്പിംഗ് എന്ന് പറയുന്നത്. ഇവ തമ്മിലുള്ള വ്യത്യാസം കൊണ്ട് അറിഞ്ഞിരിക്കണം പരീക്ഷയ്ക്ക്. ബിക്കോസ് മൾട്ടിപ്പിൾ ക്രോപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ഇതൊരു ഭൂമി എന്ന് വിചാരിച്ചു, ഈ ഭൂമിയിൽ നമ്മൾ ഓരോരോ വെറൈറ്റി ഇങ്ങനെ ജസ്റ്റ് ഓർഡർ ഒന്നുമില്ല, ഓരോരോ ക്രോപ്പുകൾ ഇങ്ങനെ പലപ്പോഴായിട്ട് കൃഷി ചെയ്യുന്നു. ഓക്കെ, എന്നാൽ ഇന്റർ ക്രോപ്പിംഗ് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടും ഒരേ ഭൂമിയിൽ തന്നെയാണ് നമ്മൾ പല ക്രോപ്പുകൾ ചെയ്യുന്നത്. കൂടുതൽ നമ്മൾ റോ വൈസ് ആയിരിക്കും. ഒരു റോയില് ക്രോപ്പ് എ, അടുത്ത റോയിൽ ഈ പറഞ്ഞ പോലെ ക്രോപ്പ് ബി, വീണ്ടും അടുത്ത ക്രോപ്പിൽ ക്രോപ്പ് എ, വീണ്ടും ഈ പറഞ്ഞ പോലെ ക്രോപ്പ് ബി, വീണ്ടും എ, ഇങ്ങനെ. ഇതിപ്പോ ഞാൻ ക്രോപ്പ് എയും ബി എടുത്തുള്ളൂ. നമ്മൾ വേണമെങ്കിൽ മൾട്ടിപ്പിൾ ക്രോപ്സ് എടുക്കാം, പക്ഷേ റോ സ്പെസിഫിക് ആയിരിക്കും. ഓരോ കൃത്യമായിട്ടുള്ള അലൈൻമെന്റ് ഉണ്ടാവും. നേരെ വെച്ചാൽ മൾട്ടിപ്പിൾ ക്രോപ്പിംഗിൽ ഇങ്ങനെ അലൈൻമെന്റ് ഉണ്ടാവില്ല. ജസ്റ്റ് 3-4 ക്രോപ്പുകളൊക്കെ ആയിട്ട് ഒരേ സമയത്ത് കൃഷി ചെയ്യുന്നു. ഒരേ സമയം എന്ന് പറയുമ്പോഴേക്കും അതിൽ പലതിന്റെ ടൈമിന്റെ ഹാർവസ്റ്റ് ടൈം വ്യത്യാസമായിരിക്കും. ചിലത് 2 മാസം കഴിയുമ്പോൾ എടുക്കുന്നതായിരിക്കും, ചിലത് 6 മാസം കഴിഞ്ഞ് വിളവെടുക്കുന്നതായിരിക്കും. ഇങ്ങനെ ഹാർവസ്റ്റിംഗ് ടൈം വ്യത്യാസമായിരിക്കും. പക്ഷേ റൗണ്ട് ദ ഇയർ നമുക്ക് ഹാർവസ്റ്റ് കിട്ടാനായിട്ട് സാധിക്കും, ഇൻകം കിട്ടാൻ സാധിക്കും എന്നുള്ളതാണ് സസ്റ്റൈനബിൾ ക്രോപ്പിംഗിന്, മൾട്ടിപ്പിൾ ക്രോപ്പിംഗിന്റെ പ്രധാനപ്പെട്ട ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കണം. സോ ദെയർ ഫാം ഇൻകം ഈസ് സപ്ലിമെന്റ്. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ പോലെ ചെറുകിട കുടിൽ വ്യവസായ ചെറുകിട കർഷകരെ സംബന്ധിച്ച് ഗവൺമെന്റ് നമുക്ക് MGNREG ഉണ്ടല്ലോ, തൊഴിലുറപ്പ് പദ്ധതി, ഇതിലൂടെ കിട്ടുന്ന വേജസിൽ ഈ പറഞ്ഞ പോലെ അവർക്കൊരു ആഡഡ് ഇൻകം ആയിട്ട് മാറാനായിട്ട് സാധിക്കും. സോ ഇങ്ങനെ നമ്മുടെ രാജ്യത്തെ സർക്കാർ കർഷകരെ ഈ പറഞ്ഞ പോലെ നമുക്ക് എക്സ്ട്രാ കോസ്റ്റുകളിൽ നിന്ന് സംരക്ഷിച്ച് അവർക്ക് ഈ പറഞ്ഞ പോലെ അഗ്രികൾച്ചർ ഒരു ഇൻകം ആയിട്ട് കണക്കാക്കി എടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു ആർട്ടിക്കിളിനകത്ത് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ ഓദർ പറഞ്ഞിരിക്കുന്ന കാര്യം കൂടുതലായിട്ട് നമ്മുടെ നാട്ടിൽ എസ്പെഷ്യലി സ്മോൾ ഫാമേഴ്സിന്റെ ഇടയിൽ മൾട്ടിപ്പിൾ ക്രോപ്പിംഗും നാച്ചുറൽ ഫാമിംഗും നമ്മൾ പ്രൊമോട്ട് ചെയ്യണം എന്നുള്ളതാണ് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. സോ മൾട്ടിപ്പിൾ ക്രോപ്പിംഗ് നമ്മൾ ഈ പറഞ്ഞ കാര്യം കൂടി ഞാൻ it helps farmers achieve prosperity by increasing their income and improving food security. By diversifying their crops, farmers reduce the risk of അതുപോലെ ക്രോപ്പ് ഫെയിലിയർ ഒക്കെ തന്നെ. ഒരു കൃഷി മാത്രം ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ നഷ്ടപ്പെട്ടു പോയാൽ ഫുൾ നമ്മുടെ ഇൻകം പോകുമല്ലോ. മൾട്ടിപ്പിൾ ക്രോപ്സ് ചെയ്യുവാണെങ്കിൽ നമുക്ക് അതിനെ ക്രോപ്പ് ഫെയിലിയർ തടയാനായിട്ടൊക്കെ സാധിക്കും. അതുപോലെ മാർക്കറ്റ് വോളറ്റിലിറ്റി നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. പിന്നെ ലാൻഡ് പ്രൊഡക്ടിവിറ്റി നമുക്ക് മാക്സിമൈസ് ചെയ്യാം. ആസ് ക്രോപ്സ് യൂട്ടിലൈസ് റിസോഴ്സ് മോർ എഫിഷ്യന്റ് ആയിട്ട് ആ ലാൻഡിൽ നിന്നുള്ള റിസോഴ്സസ് ആ ക്രോപ്പുകൾ കൂടുതലായിട്ട് യൂട്ടിലൈസ് ചെയ്തോളും. അഡീഷണലി ഇറ്റ് അലോസ് ഫാമേഴ്സ് യൂട്ടിലൈസ് ഐഡിയൽ പീരിയഡ്സ്, അതായത് കൃഷി ചെയ്യാതിരിക്കുന്നില്ല, റൗണ്ട് ദ ക്ലോക്ക് കൂടുതൽ മെജോറിറ്റി ടൈമിൽ ഒരു വർഷത്തിൽ കൂടുതൽ സമയത്ത് ഈ പറഞ്ഞ പോലെ നമുക്കത് ഈ പറഞ്ഞ പോലെ കൃഷി ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതും ഈ മൾട്ടിപ്പിൾ ക്രോപ്പിന്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയാനായിട്ട് സാധിക്കുന്നതാണ്. ഇത്രയാണ് ഈ ഒരു ആർട്ടിക്കിൾ നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ള പഠിക്കാനായിട്ടുള്ള. ഇനി നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്ന പോലെ തന്നെ ഒരു MCQ ആണ്, അതായത് ഡീവാലുവേഷൻ ഓഫ് കറൻസി ബന്ധപ്പെട്ട ഒരു 3 സ്റ്റെപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇത് കൃത്യമായിട്ട് നിങ്ങൾക്ക് വായിച്ചു കഴിഞ്ഞാൽ ആൻസർ ചെയ്യാൻ പറ്റും. അപ്പം ആൻസർ കണ്ടെത്തി നമ്മുടെ കമന്റ് ബോക്സിൽ എല്ലാവരും രേഖപ്പെടുത്താം. നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് എല്ലാവരും ക്ലിയർ ആണ് വിശ്വസിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു.